മിസ്റ്റർ JRCM, മെറാ ചാർജ് ന്യൂട്രി ചാർജ്. എല്ലാവർക്കും സ്വാഗതം. സാറ് പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം ഈ ദൈവം നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കാൽമുട്ടുകളും നമുക്ക് ആജീവനാന്തം വേണ്ടതാണ്. അത് മരണപ്പെട്ടാലും നമ്മൾ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകേണ്ടതാണ് നമ്മളുടെ കൂടെ തന്നെ. പക്ഷെ അതിപ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് പല ആൾക്കാരുടെയും കാൽമുട്ടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഓപ്പറേറ്റ് ചെയ്ത് മാറ്റപ്പെടുന്നു. എന്നാൽ അതിന് ഒരു പൂർണ്ണ രൂപത്തിൽ സുഖം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുട്ടുമാറ്റി വെച്ച ആൾക്കാരോട് ചോദിക്കുമ്പോഴായിരിക്കും കൂടുതൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് കിട്ടുക. വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേല് നമുക്ക് ശസ്ത്രക്രിയ നടത്തി നമ്മുടെ ശരീരത്തിൽ ദൈവം തന്നിരിക്കുന്ന അവയവങ്ങളെ എടുത്ത് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അതൊരു വലിയ ഒരു, അതിപ്പം ആര് കേട്ടാലും കുഴപ്പമൊന്നുമില്ല, ഒരു ബിസിനസ്സായി മാറിപ്പോയി എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം. പണ്ടത്തെ ആൾക്കാർക്കും ഇതുപോലെ രണ്ട് മുട്ടേ ഉള്ളായിരുന്നു. പണ്ടത്തെ ആൾക്കാരും ഇതുപോലെ ഈ രണ്ട് മുട്ട് വെച്ചിട്ടാണ് മുഴുവൻ ജീവിതം ജീവിച്ചത്. പക്ഷെ അവര് മുട്ടൊന്നും ആർക്കും അടിയറവ് പറയാതെ ദൈവം തന്ന മുട്ടുമായിട്ട് തന്നെയാണ് തിരിച്ചങ്ങോട്ട് പോയത്. പക്ഷെ നമ്മളൊക്കെ പാതി വഴിയിൽ പല മുട്ടുകളും ആകെ രണ്ടേ ഉള്ളൂ. അത് 4 കാലമായിരുന്നെങ്കിൽ പിന്നെ അതേക്കാളും കഷ്ടമായേനെ. അതെല്ലാം കൊടുത്ത് ഇവിടെ എല്ലാം സമാപ്തിയാക്കി തിരിച്ച് അവിടെ അങ്ങെത്തും. അവിടെ എത്തുമ്പോഴേക്ക് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടുന്ന അവസ്ഥ വരും. അത് മനസ്സിലാക്കണം. കാരണം തന്നത് എന്തുകൊണ്ടാണ് നീ കളഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം ഉണ്ടാവുക? അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രൊഡക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ശരീരത്തിലെ 78 അവകാശപ്പെട്ട ഓർഗൻസ് നമുക്കുണ്ടെങ്കിലും അതിനെപ്പറ്റിയല്ല എത്ര ധാരണ ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ വളരെ VIP ഓർഗൻസുകളായിട്ടുള്ള ഹൃദയം, കിഡ്നി, ബ്രെയിൻ, അങ്ങനെ ലങ്സ്, അതിനെ പറ്റിയൊക്കെ നമുക്ക് അറിയാമെങ്കിലും ഈ എല്ല് എന്ന് പറയുന്നതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ. അതിനെ സംരക്ഷിക്കുക എന്നുള്ളത്, കാരണം നമ്മളെ മൊത്തം ഫ്രെയിം വർക്ക് നിലനിൽക്കുന്നത് അതിന്റെ മുകളിലാണല്ലോ. അപ്പൊ ആ ഫ്രെയിം വർക്കിന് എന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ ബാക്കി എന്തുണ്ടായിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം എന്തിന്റെ മുകളിലാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്, അതിന് തന്നെ കേടുപാട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ ഉണ്ടാവുക. അപ്പൊ അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് സംരക്ഷിക്കാണ്ട് ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മൾ ഓരോ വ്യക്തികൾക്കും ഉണ്ട്. കാരണം അതിനെന്ത് സംഭവിച്ചാൽ നമ്മളുടെ നടത്തം, ഇരുത്തം, കിടത്തം എല്ലാം ഇല്ലാതെയായി. അത് പക്ഷെ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കാഠിന്യം മനസ്സിലാവില്ല. അൺലെസ് ആൻഡ് അൺടിൽ അത് അനുഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ പറ്റൂ. ഇപ്പൊ നിങ്ങൾ ഇരുന്നടിക്കെന്ന് ആരുടെയും സഹായമില്ലാതെ എണീക്കാൻ പറ്റാത്തൊരവസ്ഥ, കിടന്നടക്കിയെന്ന് ആരെയും സഹായമില്ലാതെ എണീക്കാൻ പറ്റാത്തൊരവസ്ഥ, ഈ ഇവിടുന്ന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ നീങ്ങാൻ ഒരാളുടെ സഹായമില്ലാത്തൊരവസ്ഥ വന്നാൽ മാത്രമാണ് നമുക്ക് ഈ എല്ലിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാത്തുള്ളൂ. ഇപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു വന്നിട്ട് അയാളിങ്ങനെ വന്ന് പറയും, അത് നടക്കട്ടെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പൊ നേരെ സുജിത് സാർ പറഞ്ഞ പോലെ പല തവണ കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട്, ഇത് 8-9 വർഷമായി ലോഞ്ച് ചെയ്തിട്ട്, ആ ലോഞ്ച് ചെയ്ത സമയം മുതൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ നടുവിൽ നമ്മൾ ഗുരുനാഥൻ ഡോക്ടർ കപിൽ കപൂർ സാർ വന്നിട്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള സെഷൻസ് തരുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള മാനസിക അവസ്ഥയിൽ നമ്മൾ വന്നോ എന്ന് നോക്കുമ്പോൾ അത് വലിയ ചോദ്യചിഹ്നമായിരിക്കുന്നു. പിന്നെ നമുക്കൊരു ചിന്ത ഉണ്ടാവായിരിക്കും, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ ഇപ്പൊ എന്തിനാ കഴിക്കേണ്ട ആവശ്യം? പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇന്ന് നിങ്ങൾക്ക് മുട്ടുവേദന തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ പരാക്രമം തുടങ്ങിയത് ഇന്നല്ല കേട്ടോ. ഏകദേശം ഒരു 3 വർഷം, 4 വർഷം, 5 വർഷം മുന്നേ തുടങ്ങിയിട്ടുണ്ടാവും. അതിന്റെ പരിസമാപ്തിയാണ് നിങ്ങൾക്ക് ഈ വേദനയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഏത് സമയത്തും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത്. കാരണം ഈ സംഭവം ന്യൂട്രിചാർജ് BJ എന്ന് പറയുന്നത് ഒരു കാരണവശാലും മരുന്നായി കണക്കാക്കരുത്. ഇനി നമുക്ക് എവിടെയെങ്കിലും ഒരു വേദന വന്നു കഴിഞ്ഞാൽ, എല്ലിനോ അല്ലെങ്കിൽ സന്ധികൾക്കോ വേദന വന്നാൽ നമ്മൾ ഓടും ഡോക്ടറെ അടുത്ത്. അവസാനം നമ്മൾ കഴിക്കുന്ന വേദന സമ്മാരിയാണ്. ആ വേദന സമ്മാരി കഴിക്കുമ്പോൾ ആ എല്ലിന്റെ സാന്ദ്രത വളരെ തീവ്രതയോടെ കുറയ്ക്കാൻ ആണ് അത് സഹായിക്കുന്നത്. അതുകൊണ്ട് വേദന മാറുന്നില്ല, വേദന വളരുകയാണ് ചെയ്യുന്നത്, കൂടുക ചെയ്യുന്നത്. എന്നിട്ട് അവസാനം ഈ വേദന സമ്മാരി കഴിച്ച ആള് തന്നെ വേദന സഹിക്ക വയ്യാതെ പിന്നെ ശരീരത്തിൽ ആ എല്ലിന്റെ ഒരു ഭാഗങ്ങൾ മുറിച്ചു മാറ്റി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനാക്കം കൂട്ടുന്ന വേറൊരു കാര്യമുണ്ട്. പലതവണ ഞാൻ പറഞ്ഞെങ്കിലും എത്ര ആൾക്കാർ അത് സ്വീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പഞ്ചസാരയുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് നമ്മളുടെ ശരീരത്തിലെ എല്ലിലെ മിനറൽസിനെ നശിപ്പിച്ചു കളയുന്നത്. അത് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം പഞ്ചസാര ജീവിതത്തിൽ മധുരം തരും എന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പാർശ്വഫലം കയ്പാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നിർത്തിയാൽ നല്ലത്, ഇന്ന് തന്നെ നിർത്തിയാൽ നല്ലത്. ഇത് ഞാൻ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും പറയുന്നതാണ്, ഇന്ന് മുതൽ. ഇത് ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ആരെ പോലെ ഇന്ന് മുതൽ ഇന്നാണെന്ന് പറയുന്ന പോലെ പറഞ്ഞിട്ട് അത് നിങ്ങളുടെ തലയിൽ കയറിയിട്ട് നിങ്ങളതിനെ ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഈ ഇന്ന് മുതൽ എന്ന് പറയലേ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. റൈറ്റ്? അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് കിടക്കാം. പക്ഷെ അത് കിടക്കുന്നതിന് മുമ്പ് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, പ്രത്യേകിച്ച് പല PUC, വണ്ടർ വേൾഡ് ക്യൂക്ക് നടത്തുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നമുക്ക് ഇപ്പോൾ ന്യൂട്രിചാർജ് ഗ്ലൈസം
പ്രോഡക്റ്റിന്റെ കൂടെ ഒരു ഓഫർ വന്നിട്ടുണ്ട്, റൈറ്റ്? പല ആൾക്കാരും ഇപ്പോൾ സംശയമുണ്ട്, പല ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ഇന്ന് രാവിലെ ഞാൻ ബോംബെയിൽ നിന്ന് രാവിലെ ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ വീട്ടിലെത്തിയിട്ടില്ല. ഞാൻ നേരെ ബോംബെ നിന്ന് കണ്ണൂരേക്കാണ് വന്നത്. അപ്പൊ കണ്ണൂരിൽ നിന്ന് രാവിലെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നേരെ കാസർഗോഡായിരുന്നു പരിപാടി. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ഉദുമയിലുള്ള നമ്മൾ അശോകൻ സാറിന്റെ ആ വലിയ മനോഹരമായിട്ടുള്ള ഒരു ഷോപ്പിലാണ് ഇരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ഷോപ്പാണ് അത്. ഇവിടെ വന്നാൽ മാത്രമേ അത് മനസ്സിലാത്തുള്ളൂ. കാരണം ഏതൊരു പ്രോഡക്റ്റും യഥേഷ്ടം നമുക്ക് ലഭിക്കാൻ സൗകര്യമുള്ള ഒരു ഷോപ്പ്. പണ്ടേ നമുക്ക് ഈ ഷോപ്പുമായിട്ട് വലിയ ബന്ധമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ക്ലാസ് ഞാൻ ഇവിടുന്ന് എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാരണം ഇന്നിവിടെ ആയിരുന്നു, ഞാൻ ഇന്ന് ഇവിടുന്ന് എടുക്കുന്നത്. അപ്പോ ഇവിടെ വന്നപ്പോ ഇന്ന് രാവിലെ മൂർത്തി സാറും ബിൻ സാറും പറഞ്ഞു നമുക്കൊരു ക്ലാസ്സിൽ നിന്ന് എടുത്താലോ. ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ശരി, ഇന്ന് നമുക്ക് എന്തായാലും എടുക്കുക, കാരണം ഇന്നൊരു സൗകര്യം ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ സൗകര്യം മുതലെടുക്കാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് മനസ്സിൽ വന്നത് പല ചോദ്യങ്ങൾ ആൾക്കാരോട് ചോദിച്ചിട്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം ഒരുമിച്ച് ഇതിലാൻ കൊടുക്കാം. അപ്പോ ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ് നിങ്ങൾ ബില്ലടിക്കുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ അതിന്റെ കൂടെ എന്താണ് ഫ്രീ ആയി കൊടുക്കുന്നത്? ന്യൂട്രിചാർജ് ഗ്ലൈസം ടാബ്ലറ്റ്. അപ്പൊ ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ് നിങ്ങൾ മേടിച്ച കൂടെ ഡിപ്പോയിൽ നിന്ന്, ഡിപ്പോ ആയിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല കേട്ടോ, അതാദ്യം മനസ്സിലാക്കണം. PUC നടത്തുന്ന ആൾക്കാരും വണ്ടർബിൾ നടത്തുന്ന ആൾക്കാരൊക്കെ ഡിപ്പോയിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ന്യൂട്രിചാർജ് ഗ്ലൈസം ടാബ്ലറ്റിനും കാശ് കൊടുത്തിട്ടുണ്ട്. രണ്ടും കാശ് കൊടുത്താൽ നിങ്ങൾ മേടിക്കുന്നത്. ഇവിടെ വന്ന് നിങ്ങൾ നിങ്ങളുടെ സ്ക്രീനിൽ അല്ലെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അപ്പൊ ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ് നിങ്ങൾ ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്രിചാർജ് ഗ്ലൈസം ടാബ്ലറ്റിന്റെ സ്ഥലത്ത് 0 എന്നാ കാണിക്കുക, വാല്യൂ 0 ആയിരിക്കും. അപ്പൊ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റിന്റെ കാശ് മേടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അത് വിചാരിച്ച് ഒരാളും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് നിങ്ങൾ ബില്ലടിച്ചു കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ടോ അല്ലെ നാളെ രാവിലെ ആകുമ്പോഴേക്കും അതിന്റെ കാശ് ക്രെഡിറ്റ് ആവും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക്. അപ്പം ആർക്കും ഒരു നഷ്ടം വരത്തില്ല. അതുകൊണ്ട് പേടിച്ചിരിക്കേണ്ട. ഞാൻ ഇന്നലെ ബോംബെ ഇന്ന് ബോംബെ നിർത്തിയുള്ളൂ, ഇന്നലെ ബോംബെയിലായിരുന്നു, ഞാൻ ഓഫീസിലുണ്ടായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത് എല്ലാ PUC ഓണറിനോടും വണ്ടർ വേൾഡ് ക്യൂബ് ഓണറിനോടും വണ്ടർ വേൾഡ് ഓണറിനോടും അല്ലെ പ്രൈമിന്റെ ആൾക്കാരോടും എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് സ്റ്റോക്ക് എത്രയും വേണേ നിങ്ങൾ എടുത്തോളൂ, നല്ല സെയിൽ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ പോകുന്ന 31 മാർച്ച് വരെ സമയം കൊടുത്തെങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ 15-ാം തീയതിന്റെ അപ്പുറം പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രക്ക് അപ്ടേക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓൾ ഓവർ ആയിട്ട്. അപ്പൊ നമ്മൾ പിന്നോട്ട് നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് ന്യൂട്രിചാർജ് ഗ്ലൈസം എടുക്കുക. അതിന്റെ സൗകര്യം, അതിന്റെ ഗുണം മാക്സിമം ജനങ്ങൾക്ക് ലഭിക്കട്ടെ, ഈ ഒരു ഓഫറും ജനങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭയപ്പെടേണ്ട, നിങ്ങളുടെ ഒരു സ്ട്രിപ്പിന്റെ പോലും കാശ് ലഭിക്കാതിരിക്കില്ല. അത് വൈകുന്നേരം തന്നെ ക്രെഡിറ്റ് ആവുകയും ചെയ്യും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ രാവിലെ ആവും. ഓക്കെ, സോ ദാറ്റ് പാർട്ട് ഈസ് ക്ലിയർ ആയി സീംസ്. എല്ലാം ക്ലിയർ ആയില്ല, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കിടക്കാം. അതിന് മുമ്പ് 1-2 കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. ഓക്കെ, സോ ന്യൂട്രിചാർജ് സബ്സെ പെഹലെ സെഹത്ത്, ആദ്യം വേണ്ടത് ആരോഗ്യം തന്നെയാണ്. അപ്പൊ സബ്സെ പെഹലെ സെഹത്ത് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ആരോഗ്യത്തിന്റെ പുസ്തകം, അതായത് സെഹത്ത് ക ജഷൻ എന്ന് പറഞ്ഞ ആരോഗ്യത്തിന്റെ ആഘോഷം എന്ന് പറഞ്ഞ പുസ്തകം നമ്മൾ മലയാളത്തിൽ മൊഴിമാറ്റി ഇവിടെ വിതരണം ചെയ്തു. ഇപ്പോഴും എൻ്റെ അടുത്ത് കുറച്ച്, ഇന്നലെ ബോംബെ പോയ സമയത്ത് അവിടെ കുറച്ച് കിടപ്പുണ്ടായിരുന്നു. കാരണം അതിന്റെ പെട്ടിയുടെ മുകളിൽ സെഹത്ത് ക ജഷൻ എഴുതിയതായിരുന്നു, ബ്രാക്കറ്റിൽ മലയാളം എഴുതി ആരും കണ്ടില്ല. അപ്പൊ ആൾക്കാർ വിചാരിച്ച് സെഹത്ത് ക ജഷനാണ്, അപ്പൊ അത് ഹിന്ദി ആയിരിക്കും. ഞാൻ ഇന്നലെ പോയി അത് പൊളിച്ച് ഞാൻ എൻ്റെ മലയാള നീതി കണ്ടില്ലേ എന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് മലയാളത്തിൽ നമ്മുടെ പുസ്തകം. അതുകൊണ്ട് ഏതോ ഒരു 40 ഭാഗ്യവാന്മാർക്കും കൂടി അത് കിട്ടാനുള്ള സൗഭാഗ്യമുണ്ട്. അതുകൊടുത്ത് ഞാൻ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെ വേണം അത് നിങ്ങൾ ഓർഡർ ചെയ്യുക, നിങ്ങൾക്ക് ഇത് കിട്ടും. രണ്ടാമത്തെ പുസ്തകം സബ്സെ പെഹലെ സെഹത്ത്, അതിന്റെ പേര് ഞങ്ങൾ മാറ്റിയിട്ടില്ല, പേര് അങ്ങനെ തന്നെ വെച്ചു. കാരണം ചില പേരുകൾ നമ്മൾ മാറ്റില്ലല്ലോ, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ വെച്ചു. ആ പുസ്തകത്തിന്റെ മൊഴിമാറ്റം ഇപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 ചാപ്റ്ററും കൂടി ബാക്കിയുണ്ട്. ഈ ഓട്ടത്തിൽ കുറച്ച് അതിന് സമയം ലഭിക്കാതെ പോയതാണ്. ഇന്ന് രാത്രി അത് മിക്കവാറും തീർക്കും. എന്നിട്ട് അത് ഫുള്ള് ട്രാൻസ്ലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ബുക്കിന്റെ പതിപ്പിന് ക്യാച്ച് തരും. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചെറിയ തെറ്റ് തകരാറുണ്ടെങ്കിൽ എന്നാലും 1-2 ചെറിയ സംഭവിച്ചേക്കാം. പക്ഷെ എന്താ വെച്ചാൽ ഞാനിവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത് അടിക്കുന്നത് മുമ്പിൽ അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് മാക്സിമം നല്ല രൂപത്തിൽ അത് നിങ്ങളുടെ കയ്യിൽ ഉടനെ തന്നെ എത്തും. അതിൽ 20 അസുഖങ്ങളാണ് ഉള്ളത്. അപ്പൊ 10 അസുഖങ്ങൾ ആരോഗ്യത്തിന്റെ ആഘോഷത്തിലും 20 നമ്മളെ സബ്സെ പെഹലെ സെഹത്തിലും കൂടിയാകുമ്പോൾ 30 ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾക്ക്, ഞാൻ അസുഖം ഞാൻ പറയുന്നില്ല, ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഓക്കെ, അതിനെ നമ്മൾ കണ്ടുപിടിച്ച വഴിയാണ് സീഡ്സ് എന്ന് പറഞ്ഞത്. സമഗ്രമായ ആരോഗ്യത്തിന് സീഡ്സ്. എങ്ങനെയാണോ ഓരോ വൃക്ഷങ്ങൾക്കും ഓരോ ചെടികൾക്കും ഉള്ള വിത്തുകൾ വ്യത്യസ്തമാവുന്നത്, അതുപോലെ ഓരോ ആരോഗ്യത്തിന്റെ അവസ്ഥകൾക്കുള്ള സീഡ്സും വ്യത്യസ്തമാണ്. ഇപ്പം ഡയബറ്റിക്കിനുള്ള സീഡ്സ് ആയിരിക്കില്ല ബ്ലഡ് പ്രഷറിനുള്ള സീഡ്സ്, ബ്ലഡ് പ്രഷറിനുള്ള സീഡ്സ് ആയിരിക്കില്ല ഒരു പക്ഷേ തൈറോയിഡിനുള്ള സീഡ്സ്. എല്ലാത്തിനും വ്യത്യസ്തമായ സീഡുകളായിരിക്കും. അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് പൂർണ്ണത ആരോഗ്യം കിട്ടുക, ഹോളിസ്റ്റിക് ഹെൽത്ത് കിട്ടുക. എന്നാൽ മാത്രമേ കിട്ടൂ. ഇല്ലെങ്കിൽ
നമ്മൾ ഏതെങ്കിലും ഒന്ന് പഠിക്കുക, ഒരു സീഡ് പഠിക്കുക, അത് തന്നെ എല്ലായിടക്കും പയറ്റിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിന്റെ റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് സമഗ്രമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. എല്ലാവരുടെ കയ്യിലും അത് ഉണ്ടാവണമെന്ന് ഞാൻ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് ആരോഗ്യം തന്നെയല്ലേ എല്ലാം വേണ്ടത്, ആദ്യം വേണ്ടത്. അപ്പോൾ ആരോഗ്യം നൽകാൻ ഇതിനേക്കാളും നല്ലൊരു വഴി വേറെ ഇല്ല. അപ്പൊ നിങ്ങൾ കയ്യിലെത്തുക, കയ്യിലെടുപ്പിക്കുക കേട്ടോ. അതൊക്കെ ഉടനെ വരുന്നപ്പോൾ ഞാൻ അറിയിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സീഡ്സിനെ പറ്റി ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു TC സാർ പറഞ്ഞിരിക്കുന്നത്, ഈ വർഷം ആരോഗ്യത്തിന്റെ വർഷമായിരിക്കണം. അപ്പോൾ ഓരോ വ്യക്തികളും അതിന് ആരോഗ്യവാനായി മാറണം. അങ്ങനെ ആകുമ്പോൾ അവരെ സെഹത് ക സിത്താര അല്ലെങ്കിൽ ആരോഗ്യ താരങ്ങളാക്കി ഞങ്ങൾ കണക്കാക്കും. അങ്ങനെ ആരോഗ്യ താരങ്ങളായ വ്യക്തികൾക്ക് ഞങ്ങൾ പാരിതോഷികം നൽകി വലിയ പ്രോഗ്രാമിൽ ആദരിക്കും. പക്ഷെ ഇന്നലെ ഞാൻ ബോംബെ പോയിട്ട് ഞാനിവിടെ എല്ലാ പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം, എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം, എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ ഒരു പരിധിക്ക് കൂടുതലായി കഴിഞ്ഞാൽ ബോംബെയിൽ നിന്നുള്ള വിളി മലയാളത്തിലായി മാറുമെന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കേരളത്തിൽ നിന്നുള്ള രജിസ്ട്രേഷൻ വളരെ വളരെ ദയനീയമാണ്. അതിനർത്ഥം ഇവിടെ ആരും ഈ ആരോഗ്യ ക്രാന്തിയിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും സ്വമേധയാ നല്ലൊരു ആരോഗ്യവാനാകുകയാണോ അല്ലെങ്കിൽ കുടുംബത്തിനെ ആരോഗ്യത്തിൽ കൊണ്ടുവരാനോ അതിൽ കൂടെ മറ്റുള്ള വ്യക്തികളെ ആരോഗ്യത്തിൽ, സമൂഹത്തിനെ ആരോഗ്യത്തിൽ കൊണ്ടുവരാനുള്ള ആ ഒരു തീരുമാനം, ആ ഒരു ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യചിഹ്നമായി കിടക്കുന്നു. അതൊക്കെ ഉത്തരം നിങ്ങളാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ നോക്കിയപ്പോഴേക്ക് രജിസ്ട്രേഷൻ വലിങ്ങനെയൊന്നുമില്ല. ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലും ഭൂരിപക്ഷം മുന്നിലോട്ട് പോയിട്ടുണ്ട് ആൾക്ക് രജിസ്റ്റർ ചെയ്തിട്ട്. പക്ഷെ നമ്മളത് ഇതുവരെ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഞാൻ വീണ്ടും രാത്രി ഞാനുള്ള ഗ്രൂപ്പുകളിലും അതുപോലെ ഞാൻ എല്ലാ ടോപ്പ് ലീഡേഴ്സിനും അതിന്റെ ആ ലിങ്ക് ഞാൻ അയച്ചു കൊടുക്കും. അതിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫീഡ് ചെയ്യുക. അത് ചെയ്യാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും ഒരു ലാബിൽ പോയിട്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു അസുഖത്തിന്റെ 10 കാണിച്ചിട്ട് 10 കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഹൈപ്പോ തൈറോയ്ഡ് ഉണ്ട്. അപ്പൊ ഹൈപ്പോ തൈറോയ്ഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ മാത്രം ആരോഗ്യം മാറ്റി കാണിക്കുക, 3 മാസത്തിന്റെ ഉള്ളിൽ ചേഞ്ച് കാണിക്കുക. അതാണ്. അങ്ങനെ എനിമിയ ആണെങ്കിൽ 3 മാസം കൊണ്ട് ചേഞ്ച് കാണിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ ചെയ്യുന്ന ദിവസം നിങ്ങൾ ഒരു ടെസ്റ്റ് ചെയ്യണം ലാബിൽ പോയിട്ട്. ആ ടെസ്റ്റ് റിപ്പോർട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ 90 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് അപ്ലോഡ് ചെയ്യണം. ഇനിയിപ്പോൾ ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് അനീമിയാണ്. അപ്പൊ എന്ത് പ്രൊഡക്റ്റ് കഴിക്കണം, അതിൽ കൂടെ എങ്ങനെ മുന്നോട്ട് പോകണം നിങ്ങൾക്ക് ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും, അറിഞ്ഞിട്ടില്ലായിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എന്താ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കാം. പക്ഷെ അതിനാ ഞാൻ പറഞ്ഞ് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത ഓരോ വ്യക്തികളെയും വിളിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, MP സുരേഷ് എന്നെ വിളിച്ചു. എന്നെ വിളിച്ചപ്പോൾ അവിടെ കാണുന്നത് എന്താ വെച്ചാൽ അവിടെ ഏതെങ്കിലും ഇതിനകത്ത് ഒരു തകരാറ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തത് ഇതിനു വേണ്ടിയാണല്ലോ. അതെ. അപ്പോൾ സാർ അത് ലിങ്ക്, അപ്പോൾ ടെസ്റ്റ് റിപ്പോർട്ട് അപ്ലോഡ് ചെയ്തോ സാർ? അപ്പോൾ മാഡം ഞാൻ ചെയ്തിട്ടുണ്ട്. ശരി, അതിലവർ നോക്കും. ശരി, ഇതാണ് നിങ്ങളുടെ അവസ്ഥ അല്ലേ. അപ്പോൾ ഏത് പ്രൊഡക്റ്റ് കഴിക്കാൻ തുടങ്ങി? അപ്പോൾ സാർ അത് ഇതുവരെ കഴിക്കാൻ തുടങ്ങിയിട്ടില്ല, കാരണം എന്താണ് ആക്ച്വലി കഴിക്കേണ്ടതെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിളിച്ച ആള് നിങ്ങൾക്ക് കൃത്യതയോടെ പറഞ്ഞു തരും ഏത് പ്രൊഡക്റ്റ് എപ്പോൾ എങ്ങനെ ഒരു ദിവസം എത്ര കഴിക്കണം. അങ്ങനെ നിങ്ങൾ 90 ദിവസം കഴിക്കണം. 90 ദിവസം കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും വളരെ സന്തോഷം തരുന്ന റിസൾട്ട് ആയിരിക്കും. ആ സന്തോഷം തരുന്ന റിസൾട്ട് ഇതിലേക്ക് വീണ്ടും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെഹത് കാ സിത്താര ആയി കഴിഞ്ഞു. ഐ തിങ്ക് നൗ ഇറ്റ് ഈസ് വെരി വെരി ക്ലിയർ അല്ലേ? സംശയത്തിന്റെ ഉള്ളിൽ ഒരു വകുപ്പില്ലല്ലോ? ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ 10 കാണുമ്പോൾ ചില സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മളുടെയൊക്കെ കൺഫ്യൂഷൻ ആയിരിക്കും. അയ്യോ, ഈ 10 പോകണം, എന്തിനാവശ്യം? നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തോ കാണിക്കാൻ പോകുന്നവിടെ? ഇല്ലല്ലോ, ഫാറ്റി ലിവർ ഇല്ല, പിന്നെ എന്തെങ്കിലും ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കാനോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിന്റെ മാത്രം ഒന്ന് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മാത്രം എടുത്താൽ മതി. അപ്പൊ ഏതൊക്കെയാണ് അതുള്ളത്? ഹെൽത്ത് കണ്ടീഷൻസ് ഏതൊക്കെയാണ്? എനിമിയ, ഡയബറ്റീസ്, ഒബേസിറ്റി അതായത് പൊണ്ണത്തടി, ദെൻ ഹൈ കൊളസ്ട്രോൾ, ദെൻ ഹൈപ്പോതൈറോയിഡ്, ഫാറ്റി ലിവർ, ഐ ഹെൽത്ത്, ഹെയർ ഹെൽത്ത്. ഇതിൽ ഒബേസിറ്റി, പൊണ്ണത്തടിയും മുടിയുടെ ആരോഗ്യവും ഹെയർ ഹെൽത്തിന് നിങ്ങൾ ഒരു ലാബിലും പോകേണ്ട ആവശ്യമില്ല. ഇരുന്നടക്കുന്ന മൊബൈൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ നേരം ആൾ കൊണ്ട് നിങ്ങളെ ഫോട്ടോ എടുപ്പിക്കുക, അത് അതിൽ അപ്ലോഡ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. എന്നിട്ട് 3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും അതേ ഒരാളോട് ഫോട്ടോ എടുപ്പിക്കുക, അതും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അന്നത്തെ മുടി ഇന്നത്തെ മുടി തമ്മിൽ വ്യത്യാസം, അന്നത്തെ ശരീരഭാരം ഇന്നത്തെ ശരീരഭാരം തമ്മിൽ വ്യത്യാസം, ഇത്ര ഞങ്ങൾ അറിയേണ്ട ആവശ്യം. ബാക്കിയെല്ലാം ലാബിൽ പോകണം. 8 9ാമത്തതാണ് കിഡ്നി ഹെൽത്ത്, 10ാമത്തതാണ് യൂറിക് ആസിഡ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിത് ഒന്ന് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക, അതാണ് പറയാനുള്ളത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇന്ന് കുറച്ച് നീണ്ട നമ്മുടെ പ്രസന്റേഷൻ ആണ് ഡ്യൂട്ടി ചാറ്റ് BJ. അതുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് കിടക്കാം എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ. പിന്നെ നമുക്ക് കാണാം എല്ലാം. കാരണം ഇപ്പം തന്നെ സമയം കുറച്ചായി കഴിഞ്ഞിട്ടുണ്ട്, 9:15. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ സെഷൻ രാത്രി 8:45 തുടങ്ങിയാൽ ഞാൻ 10:30 നിർത്തും. കാരണം ഞാൻ തന്നെയാ പറയുന്നത്, സീഡ്സ്
ആ സീഡ്സിൽ ആദ്യത്തെ അക്ഷരം തന്നെ എസ് ആണ്. അത് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് സ്ലീപ്പാണ്. കൃത്യയോടെ 6 തൊട്ട് 8 മണിക്കൂർ ഉറങ്ങണമെന്ന് പറയുകയും ചെയ്യുക. എന്നിട്ട് ഞാൻ നിങ്ങളെ ഇവിടെ 12 മണി വരെ ഇരുത്തി കഴിഞ്ഞാൽ ശരിയില്ലല്ലോ. അവിടെ കൃത്യം 10:30 പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം 10:45, 10:50 ആകുമ്പോൾ നിങ്ങൾ ഉറങ്ങണം. ഓക്കെ, എന്നിട്ട് കറക്റ്റ് 6 മുതൽ 8 മണിക്കൂർ ഉറക്കം നേടിയതിനു ശേഷം മാത്രമേ രാവിലെ എണീക്കാൻ പാടുള്ളൂ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ന്യൂട്രിചാർജ് BJ. ഇതിനെ BJ തന്നെ പറയണം, അതായത് ന്യൂട്രിചാർജ് BJ തന്നെ ഇതിനെ പറയണം. അല്ലാതെ ഇതിനെ ബോൺ ആൻഡ് ജോയിൻ, ന്യൂട്രിചാർജ് ബോൺ ആൻഡ് ജോയിൻ എന്ന് വിസ്തരിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ചില നീണ്ട പേരുകളെ ഷോർട്ടാക്കും, ഷോർട്ടുള്ള പേരിനെ നീട്ടും. അതാണ് നമ്മൾ തകരാറ്. റൈറ്റ്? ഇപ്പൊ ന്യൂട്രിചാർജ് വുമൺ, ന്യൂട്രിചാർജ് മാനിന്റെ നമ്മൾ മാൻ വുമൺ എന്ന് പറയും, അതിന്റെ പേര് തീരെ ചെറുതാക്കി. ഇനി ന്യൂട്രിചാർജ് BJ ഉണ്ട്, നമ്മളൊരു ന്യൂട്രിചാർജ് ബോൺ ആൻഡ് ജോയിന്റ് എന്ന്. ചില ബോൺ ആൻഡ് ജോയിന്റ് കഴിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പൊ അങ്ങനെയല്ല പറയേണ്ടത്. ആ ബ്രാൻഡിന്റെ പേര് വെച്ചതോടെ അതിന്റെ പേരും പറയും. അപ്പൊ ന്യൂട്രിചാർജ് BJ ആണ് ഈ പ്രൊഡക്റ്റിന്റെ പേര്. ഓക്കെ, ഇനി ആരും BJ കഴിച്ചെന്നോ അല്ലെ ബോൺ ആൻഡ് ജോയിന്റ് കഴിച്ചെന്നോ ഒന്നും പറയരുത്. ന്യൂട്രിചാർജ് BJ കഴിച്ചെന്ന് തന്നെ പറയണം. കാരണം ന്യൂട്രിചാർജിന്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞ ഞാൻ പറയാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആ പ്രോഡക്റ്റ് ആയിരിക്കില്ലല്ലോ, വേറെ എന്തെങ്കിലും മാറില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് താഴെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് മരുന്നല്ല, ഇത് ഇൻഫാക്ട് പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ എന്തിന്റെ പോഷക സമൃദ്ധ? ബോൺ ആൻഡ് ജോയിന്റിന്റെ ആണ്. അപ്പോൾ എല്ലിന്റെയും സന്ധികളുടെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് BJ, അല്ലാതെ മരുന്നല്ലത്. അത് മനസ്സിലാക്കണം. രണ്ടാമത്തത്, ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാം, ഇവിടെ ബോക്സ് കണ്ടില്ലേ? ഇങ്ങനെയാണല്ലോ നമുക്ക് സാധാരണ കിട്ടുക. അതിൽ എഴുതിയിട്ടുണ്ട് കിറ്റ് പാക്ക്. കിറ്റ് പാക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. അത് ഒരു സംയുക്തമാണത്. റൈറ്റ്? അതിൽ പൊടിയുണ്ട്, ടാബ്ലറ്റും ഉണ്ട്. അപ്പൊ ഒരു മാസത്തേക്കുള്ള പാക്കായത് 30 സേഷേഴ്സ് ഉണ്ട്, ചെറിയ ചെറിയ പൊടിയുടെ പാക്കറ്റ് ഉണ്ട്. അതേപോലെ 15 ഗുളിക വീതമുള്ള 2 സ്ട്രിപ്പ് ഉണ്ട്. അങ്ങനെ 30 ഗുളികയും 30 ചെറിയ പാക്കറ്റും. ആ പാക്കറ്റിൽ പൊടിയും മറ്റേ ടാബ്ലറ്റും. ഇത് രണ്ടും ഒരുമിച്ച് കഴിക്കണം. ഒരുമിച്ച് കഴിക്കണം എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ കഴിക്കണം. പല ആൾക്കാർ രാവിലെ പൊടി, രാത്രി ടാബ്ലറ്റ്. ചില ആൾക്കാർ ഇന്ന് പൊടി, നാളെ ടാബ്ലറ്റ്. ആൾക്ക് തോന്നിയ പോലെ എന്തൊക്കെയോ ചെയ്യും. എന്നിട്ട് പറയും, സാർ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു അനക്കമൊന്നും കാണുന്നില്ല എന്ന്. അനങ്ങണമെങ്കിൽ അനക്കാനുള്ള സാധനം അവിടെ കൊടുക്കണം. നമ്മൾ കൃത്യമായിട്ട് കഴിക്കണം. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇന്നീ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് മാത്രമേ എനിക്ക് വിനീതമായ അഭ്യർത്ഥനയുള്ളൂ. കാരണം ന്യൂട്രിചാർജ് BJ പല തരത്തിൽ പല ആൾക്കാർ കൊടുത്തു കണ്ടിട്ട് എന്റെ ഹൃദയം പൊട്ടാത്തത് ഞാൻ 10-15 വർഷമായിട്ട് ന്യൂട്രിചാർജ് കഴിക്കുന്നതുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എങ്ങനെയാണോ ഇവിടെ ഞാൻ പറയുന്നത് അത് കേൾക്കുക, എന്നിട്ട് അങ്ങനെ തന്നെ പറയാൻ ശ്രമിക്കുക. അതിൽ വേണ്ടാത്ത സാധനം കയറ്റുകയോ അല്ലെങ്കിൽ ഉള്ള സാധനത്തിനെ കളയോ ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്താൽ പിന്നെ ആ പ്രൊഡക്റ്റ് അല്ലാതെ ആയിപ്പോകും. ന്യൂട്രിചാർജ് BJ പിന്നെ ന്യൂട്രിചാർജ് BJ ആയിരിക്കില്ല, വല്ല ഏതെങ്കിലും ആയി മാറും. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക. എങ്ങനെ കഴിക്കണമെന്ന്, എപ്പോൾ കഴിക്കണമെന്ന് എല്ലാം കൃത്യമായിട്ട് പറയും. അത് നിങ്ങളൊന്ന് കേട്ട് അതൊക്കെ എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. ഇല്ലേ നാളെയും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ചെന്ന് പറയും. അത് വേദനാജനകമായിരിക്കും, റിസൾട്ട് കിട്ടാനുള്ള സാധ്യത കുറയും. അങ്ങനെയാകുമ്പോൾ ജനങ്ങൾക്ക് നമ്മളോടുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ പ്രൊഡക്റ്റിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, റൈറ്റ്. പിന്നെ ഈ പ്രൊഡക്റ്റ് FSSAI ലൈസൻസ് കിട്ടിയ പ്രൊഡക്റ്റ് ആണ്. അതായത് ഇതിന്റെ ഫുൾ ഫോം എന്തുവാണ്? ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. സോ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ലൈസൻസ് ആണ്. അതായത് ഈ പ്രൊഡക്റ്റ് കഴിച്ചാൽ, നമ്മൾ വയറ്റിന്റെ അകത്തോട്ടേക്ക് അങ്ങ് വിഴുങ്ങിയാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതൊരു ഫുഡാണ്, ഇത് കഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വലതുഭാഗത്ത് നിങ്ങൾക്ക് കാണാം, ക്ലിനിക്കലി പ്രൂവൺ ആണ്, വൈദ്യശാസ്ത്രമായി തെളിയിക്കപ്പെട്ട പ്രൊഡക്റ്റ് ആണ്. എന്താണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്? ഇത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലിന്റെ സാന്ദ്രതയും ജോയിന്റിന്റെ അവസ്ഥയും വീക്ക്നെസ് മാറുമെന്നും അതിൽ കൂടെ ഇത് കഴിക്കുമ്പോൾ നിങ്ങളെ അസ്ഥികൾക്ക് ബലം കിട്ടുകയും അതേപോലെ സന്ധികൾക്കുള്ള പ്രശ്നങ്ങൾ മാറി നിൽക്കുമെന്നുമാണ് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. എന്തിനാണ് ചുമ്മാതെ പോയിട്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പിറകെ പോകുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ അതുവരെ നമ്മൾ എന്തിനാ കാത്തു നിൽക്കുന്നത്? എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ചില ആൾക്കാരുടെ നേരിട്ട് കാണുമ്പോഴും ചില ആൾക്കാർ നമ്മളെ സംസാരിക്കുമ്പോൾ അവരുടെ ആ ഭാവം കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് നമ്മളുടെയൊക്കെ എല്ലിന്റെ സാന്ദ്രത വളരെയധികം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ദ ഡെൻസിറ്റി ഓഫ് ദ ബോൺ ഹാസ് റെഡ്യൂസ്ഡ് ഇമ്മൻസ്ലി. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇഷ്ടംപോലെ ബോഡി സ്കാനർ ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും ബോഡി സ്കാനർ ഉണ്ട്. കോഴിക്കോട് ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ബോംബെ പോയ സമയത്ത് 25 അവിടെ വന്ന് കിടപ്പുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ വിളിക്കുക, ഞാൻ എത്തിച്ചുതരാം. ഓക്കെ, അപ്പൊ ഈ ബോഡി സ്കാനർ മേടിച്ചിട്ട് വീട്ടിലിൻ്റെ അകത്ത് വെക്കുകയോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാതിരിക്കുകയോ അല്ല ചെയ്യേണ്ടത്. ന്യൂട്രിചാർജ് BJ പോലത്തെ പ്രോഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഏറ്റവും
അടിപൊളിയായിട്ടുള്ള, നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു ടൂളാണ്. ഇപ്പൊ ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ട്, ഇപ്പൊ ഞാൻ 10-15 വർഷമായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് ഒന്ന് നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒരാളല്ല വന്നിട്ട് പറയും നിങ്ങൾക്ക് എല്ലിന്റെ സാന്ദ്രത കുറവാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഷോക്ക്. ഇയാളൊന്നും ചുമ്മാ ഒരു നോട്ടത്തിൽ എങ്ങനെയാ മനസ്സിലാക്കി പറയുന്നത്. അപ്പൊ ആ വ്യക്തിയെ ബോധവൽക്കരിക്കാൻ ഇത് ഏറ്റവും നല്ലതാണ്. ഇതിന്റെ മുകളിൽ ജസ്റ്റ് 1 മിനിറ്റ് നിന്നാൽ ആ വ്യക്തിയുടെ ശരീരത്തിലെ എല്ലിന്റെ സാന്ദ്രത എത്രയുണ്ടെന്ന് ക്ലിയറായി മനസ്സിലാവും. അത് മാത്രമല്ല മനസ്സിലാവും, ബാക്കി ഒരു വേറെ 8-9 പാരാമീറ്റർ കാണും. പക്ഷെ നമ്മൾ ന്യൂട്രിചാർജ് ബീജ് എല്ലിനെ പറ്റി നോക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിൽ കാണിക്കും. അപ്പൊ അതിനെ മാക്സിമം യൂസ് ചെയ്യണമെന്നല്ലേ എന്റെ അർത്ഥം. അപ്പൊ രാവിലെ നിങ്ങൾ ഇറങ്ങുമ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം കേട്ടോ. നിങ്ങൾ രാവിലെ ഇറങ്ങിയിട്ട് 5 ആളെ കാണുന്നുണ്ട് വിചാരിക്കും ഒരു ദിവസം. ആ 5 ആളെയും നിങ്ങൾ ബോഡി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ 5-ൽ 3 ആൾക്ക് ന്യൂട്രിചാർജ് ബീജ വേണ്ടി വരും, 2 ആൾക്ക് ന്യൂട്രിചാർജ് SNF വേണ്ടി വരും. ഇല്ലെങ്കിൽ 3 ആൾക്ക് ന്യൂട്രിചാർജ് SNF വേണ്ടി വരും, 2 ആൾക്ക് ന്യൂട്രിചാർജ് ബീജ വേണ്ടി വരും. ഇല്ലെങ്കിൽ 5 ആൾക്ക് ന്യൂട്രിചാർജ് ബീജ വേണ്ടി വരും, ഇല്ലെങ്കിൽ 5 ആൾക്ക് ന്യൂട്രിചാർജ് SNF വേണ്ടി വരും. പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? PVക്ക് എന്താ ടെൻഷൻ ഉണ്ട്? തന്നെ വന്നോളൂ. നിങ്ങൾ ഓരോ മാസവും പിന്നെ അച്ചീവ് ചെയ്ത് മുകളിലോട്ട് പോകും. പക്ഷെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ആ ഒരു മൈൻഡ് ഫ്രെയിം ഉണ്ടല്ലോ, അതൊന്ന് സെറ്റ് ചെയ്യണം. പല ആൾക്കാരും ആ കഴിഞ്ഞ ദിവസം ഒരാളെന്നെ വിളിച്ചു, എനിക്ക് വല്ലാത്ത വിഷമായി. അതാരാന്ന് പറഞ്ഞില്ല, അയാൾ ഈ പ്രോഗ്രാമിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് തോന്നും എന്നെ പറ്റിയാ പറയുന്നത്. എന്നെ വിളിച്ചു പറഞ്ഞു, സാർ ഈ സ്കാനറിലെ അത് പെട്ടെന്ന് മാറുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് പുതിയനല്ല, പഴയത്. ഞാൻ ചോദിച്ചു പുതിയതാണോ പഴയതാണോ? അല്ല സാർ, പണ്ട് ഞാൻ മേടിച്ചത്, അത് ഇപ്പൊ ലേശം സ്പീഡ് കൂടിക്കേണ്ടത്. എന്തായി ഞാൻ പറയേണ്ടത്? ഈ പണ്ടാറ് പറഞ്ഞിട്ടുണ്ട്, ഈ വൈൻ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, എത്ര കാലം വെക്കുന്നോ അത്രയും അതിന് ഉശിര് കൂടുന്നു. ഓക്കെ, സ്കോട്ടിഷ് വിസ്കി എല്ലാം അങ്ങനെയാ, എത്ര പഴകുന്നോ അത്രയും അതിന്റെ ഉശിര് കൂടുന്നു. ഇത് ആദ്യമായിട്ട് കേട്ടത്, നമ്മളെ ന്യൂട്രിചാർജിന്റെ സ്കാനർ പഴകാൻ തോറും അതിന്റെ സ്പീഡ് കൂടുന്നു. അപ്പൊ നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ല കേട്ടോ, കാരണം നമ്മളത് ചെയ്തിട്ടില്ല ഇത്രയും കാലം, അതിന്റെ തകരാറാണ്. ഇനി സ്പീഡ് കൂടിയാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ആ വ്യക്തി അതിന്റെ മുകളിൽ കയറി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ആ 10 പാരാമീറ്റർ വരാൻ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആദ്യത്തെ 1-2 വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അങ്ങ് ഇറക്കി താഴോട്ട്, എന്നിട്ട് ആ എയറോ ഉണ്ടല്ലോ അതൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ആ എയറോ പ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് മുന്നോട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് സ്വസ്ഥമായി ഇരുന്നിട്ട് അത് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല, ഞാൻ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ന്യൂട്രിചാർജിന്റെ ആ സ്കാനറിന്റെ സെഷൻ തന്നെ എടുത്തു തരാം. 8:45 തന്നെ എടുക്കാം. ഓക്കെ, വിസ്തരിച്ചിട്ട്, അപ്പോ സംശയങ്ങളൊക്കെ ദൂരീകരിക്കും. അപ്പോ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ആ സ്കാനർ പോലത്തെ ടൂൾസ് നിങ്ങൾ ഗംഭീരമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ന്യൂട്രിചാർജ് BJ, ന്യൂട്രിചാർജ് SNF, ന്യൂട്രിചാർജിന്റെ പ്രോഡക്ട്സുകളൊക്കെ സെയിൽ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല, മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ആ വ്യക്തിയെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് വളരെയധികം സഹായിക്കും. അപ്പോൾ ഇന്നു മുതൽ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരിക. ബിക്കോസ് ദിസ് ഈസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ്. കാരണം എത്രയോ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഈ സന്ധിന്റെ വേദന കൊണ്ടും എല്ലിന്റെ സാന്ദ്രത കുറവുകൊണ്ടും അനുഭവിക്കുന്നുണ്ട്. അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവനും എല്ല് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അല്ലെങ്കിൽ എന്താ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നൊക്കെ പറഞ്ഞ് അതിന് കൊടുത്തിട്ട് ഏതോ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന ഇരുമ്പിൻ്റെതും, അല്ല ഇരുമ്പെന്ന് പറയുന്നില്ല, നമ്മൾ സ്റ്റീലിൻ്റെതും ടൈറ്റാനിയത്തിൻ്റെതായിട്ടുള്ള ചില മെറ്റൽസിന്റെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മുട്ട് കയറ്റി വെച്ചിട്ട് അതിനെ കൊണ്ട് പഴയതുപോലെ യാതൊരു റിസൾട്ട് കിട്ടാതെ വളരെയധികം ദുഃഖിക്കുന്നതും ഖേദിക്കുന്നതും വേദനിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒരാൾ ഒരു മുട്ടിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് 2ാമത്തെ മുട്ടിന്റെ ഓപ്പറേഷന് വേണ്ടി ഡോക്ടർ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഓടി വന്ന്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പല ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, സാറേ ആദ്യത്തെ തന്നെ ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല, ഇപ്പൊ 2ാമത്തെയും ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങളത് ഒന്ന് മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പക്ഷെ ഇതില് ആരോഗ്യത്തോടെ നിൽക്കണം, എന്താ ചെയ്യണം, അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതാ ആദ്യത്തത്. ഞാൻ ഈ സ്ലൈഡ് എപ്പോഴും കാണിക്കുന്ന സമയത്ത്, എന്റെ പ്രോഗ്രാം കണ്ട നിങ്ങൾക്കറിയാം, ആസ് വി ഗ്രോ ഓൾഡ് എന്ന് പറയുന്നതിന് ഞാൻ ഒരിക്കലും മുഖവിലേക്ക് എടുക്കാറില്ല. നമുക്ക് പ്രായം കൂടുന്നില്ല. ഹലോ, കാരണം നമ്മൾ PVMFOA എന്ന് പറഞ്ഞ് ആരോഗ്യത്തിന്റെ അടിത്തറയ്ക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ യഥേഷ്ടം എല്ലാ ദിവസവും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രായം വെറും ഒരു നമ്പറായി മാറും. അതല്ല കഴിഞ്ഞ ന്യൂട്രിചാർജ് ബയോജിന്റെ പ്രസന്റേഷനിൽ ഞാൻ പറഞ്ഞത്, നമുക്ക് പ്രായം കൂടിപ്പോയുള്ളൂ, പക്ഷെ കണ്ടാലോ ശരീരത്തിലോ അത് ഉണ്ടാവില്ല. യു വിൽ റിമെയിൻ യങ്. സോ ആസ് വി ഗ്രോ ഓൾഡ് യു ജസ്റ്റ് റിമൂവ്. പക്ഷേ 2ാമത്തെ സെന്റൻസ് തൊട്ട് നമുക്ക്, നിങ്ങളുടെ മുട്ടിൽ വേദനകൾ വരുന്നുണ്ടോ? അത് സ്റ്റിഫ്നെസ് പറഞ്ഞാൽ നിങ്ങൾക്ക് യഥേഷ്ടം അതിനെ മടക്കാനും നിവർക്കാനും പറ്റുന്നില്ല. അതുപോലെ തന്നെ ആ മുട്ടിൽ വല്ലാതെ നീർക്കെട്ട് വന്നിട്ടുണ്ട്, നീര്, അതുകൊണ്ടാണ് നമുക്ക് അത് ഇളക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നേരെ ഡോക്ടറെ അടുത്ത് പോകുന്നു, മരുന്ന് കഴിക്കുന്നു. യെസ്, മരുന്ന് കഴിച്ചിട്ട് അതിനെ കൊണ്ട് റിസൾട്ട് കിട്ടുന്നുണ്ടോ? ഐ ഡോണ്ട് നോ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സ്ഥിരം മരുന്ന് കഴിക്കുമ്പോൾ ഇവിടുന്ന് വേദന മാറുന്നില്ല. അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് ആ മുട്ട് മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. പക്ഷേ ഇതിനെ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് വേദന വരുന്നു?
എന്തുകൊണ്ടായി സ്റ്റിഫ്നെസ് വന്നത്, എന്തുകൊണ്ട് നീർക്കെട്ട് വന്നു, അതിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ ആദ്യം നോക്കണം. അപ്പൊ അതിന്റെ കാരണങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഒരുപക്ഷെ ഞാൻ ഈ പറയുമ്പോൾ പല ആൾക്കാർക്ക് മുട്ടുവേദന ഫീൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണല്ലോ, ഒരു കാര്യം പറയുന്ന നേരത്താണല്ലോ പെട്ടെന്ന് തോന്നുന്നു, അയ്യോ എനിക്ക് ഇവിടെ വേദന വരുന്നുണ്ടല്ലോ. ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം ഇന്ന് ഇവിടെ തന്നെ തുടങ്ങും. ഓക്കെ. ഇനി വേണേ ഒരു കാര്യം ചെയ്യാട്ടോ. എന്തായാലും പ്രോഗ്രാം തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. നിങ്ങൾ ഇരുന്ന സീറ്റ് ഉണ്ടല്ലോ, അതിന്റെ എഡ്ജിൽ വന്നിരുന്നിട്ട് ഈ 2 കൈപ്പത്തിയും 2 മുട്ടിന്റെ മുകളിൽ വെക്കുക. ഓക്കെ. 2 മുട്ടിന്റെ മുകളിൽ വെച്ചിട്ട് ഒരു മുട്ട് ഇങ്ങനെ നിവർക്കുക, മടക്കുക. അപ്പോൾ ആ കൈപ്പത്തിയിൽ എന്തെങ്കിലും ഫീൽ വരുന്നുണ്ടോ നോക്കുക. എന്നിട്ട് രണ്ടാമത്തെ മുട്ട് കാലും മടക്കുക, നിവർക്കുക. അങ്ങനെ 2 കൈപ്പത്തിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ട് 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 കിട്ടുന്ന സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുട്ട് യാത്ര ചോദിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അതിന്റെ ബലം കുറഞ്ഞിട്ടുണ്ട്, മുട്ടിനുള്ള സാന്ദ്രത കുറഞ്ഞിട്ടുണ്ട്, ആ മുട്ടിന്റെ അവിടെയുള്ള തരുണാസ്ഥിക്ക് കോട്ടം വന്നിട്ടുണ്ട്. ആ 2 തരുണാസ്ഥിന്റെ നടുക്കുള്ള ഫ്ലൂയിഡ്, സൈനോവൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ലൂബ്രിക്കന്റ്, അതിന് കോട്ടം വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് തെളിയിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കട്ട് കട്ട് എന്നുള്ള സൗണ്ട് വരുന്നത്. നിങ്ങൾക്കറിയാലോ, ഈ വാതിലിന്റെ വിജാവരി, അതേപോലെ ഗേറ്റിന്റെ ആ ഒരു ഹിഞ്ചസ്, അതൊക്കെ തുരുമ്പ് പിടിക്കുകയോ അല്ലെങ്കിൽ എണ്ണമയം മാറുമ്പോൾ എന്നൊക്കെ സൗണ്ട് പിടിക്കും അല്ലേ? അപ്പൊ ആ ക്യോ എന്നുള്ള സൗണ്ടാണ് ഇപ്പൊ നിങ്ങൾ പിടിച്ചിട്ട് കാല് മടക്കിയപ്പോൾ ടാറ്റ കട്ടക്കട്ടെ പടകട എന്നായത്. പിന്നെ ചില ആൾക്കാർ സ്റ്റെയർ കേസ് കയറി പോകുന്ന സമയത്ത് മുട്ടുന്നും കട്ടാന സൗണ്ട് വരും, ആ ആങ്കിളിന്റെ ജോയിന്റ് അവിടെ നിന്നും വരും, കട പട കട പട എന്ന്. അതൊക്കെ ഇതിന്റെ തകരാറ്. ഓക്കെ. അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായല്ലോ എന്താ അവസ്ഥ. അപ്പൊ ഇനി നമുക്ക് ഇത് മുന്നോട്ടേക്ക് പോകാം. അപ്പൊ ഇങ്ങനത്തെ അവസ്ഥ വരാനുള്ള കാരണം എന്താണ് നമുക്ക് ആദ്യം കണ്ടെത്തണം. കാരണം നമ്പർ 1, ഒരു ശരീരത്തിന്റെ മുകളിൽ 5 ശരീരം എടുത്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് സംഭവം. കാരണം ഒരു മുട്ടൻ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ശരീരത്തിന്റെ ഭാരം ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. അവിടെയാണ് നമ്മൾ 4ഉം 5ഉം ശരീരത്തിന്റെ ഭാരം ഏറ്റി വെച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അമിതമായിട്ട് ഭാരമുള്ള ആള്, അമിതമായിട്ട് കൊഴുപ്പുള്ള ഒരാള് നിങ്ങളുടെ ശരീരം ഈ കാണിച്ച രൂപത്തിലാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കുറയ്ക്കണം. കാരണം ഇത്രയും അധികം തൂക്കം, വെയിറ്റ് ആ പാവം മുട്ടിനെടുക്കാനുള്ള ശേഷിയില്ല സുഹൃത്തെ. അതുകൊണ്ട് അതിഭീകരമായ പ്രഷറാണ് ആ ജോയിന്റിൽ വരുന്നത്. നമ്മൾ പറയും, മുട്ടിനെ പറയുന്നത് എന്താണ്? വെയിറ്റ് ബെയറിംഗ് ജോയിന്റ്. അത് മൊത്തം ശരീരത്തിന്റെ ഭാരം ഏറ്റെടുക്കുന്ന ജോയിന്റ് ആണ് മുട്ട്. അപ്പൊ ഇത്രയും ഭാരം ആ മുട്ടിനെടുക്കാനുള്ള ശേഷിയില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ തേയ്മാനം വരും, പെട്ടെന്ന് തന്നെ പ്രശ്നം വരും. അപ്പൊ വേദന വരാനുള്ള ആദ്യത്തെ സാധനം എന്താണ്? ഒബേസിറ്റി, പൊണ്ണത്തടി. റൈറ്റ്. ഓക്കെ. ഇനി രണ്ടാമത്തത്. ഇനിയിപ്പോ ചില ആൾ പറയും, സാറേ ഞാൻ പലതും ചെയ്തു നോക്കി കേട്ടോ, ഞാൻ എന്റെ ഈ തടി കുറയുന്നില്ല സർ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിനൊക്കെ പരിഹാരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഉടനെ വരുക പുസ്തകം. അതിന്റെ ഒരു ചാപ്റ്റർ ആണ് പൊണ്ണത്തടി. ഓക്കെ. റൈറ്റ്. നെക്സ്റ്റ്, എക്സസീവ് യൂസേജ്. ഓഹോ. അപ്പോ വളരെയധികം നടന്നാലും വളരെയധികം കാൽമുട്ട് കൊണ്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാലും പിന്നെ അത് തേയ്മാനം വന്ന് ഇല്ലാതെയാവോ സർ? ആവും. അപ്പൊ പിന്നെ റെസ്റ്റ് ചെയ്യണം? അല്ല. പിന്നെ എന്തോ ചെയ്യണം? എത്രയധികം യൂസ് ചെയ്യുന്നുണ്ടോ അത്രയധികം മെയിൻ്റെനൻസ് ചെയ്യണം. മെയിൻ്റെനൻസ് എങ്ങനെ ചെയ്യും? പോഷക തത്വങ്ങൾ കൊടുത്തുകൊണ്ട്. അപ്പൊ PVMFO കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം എല്ലിന് സാന്ദ്രത കിട്ടണമെങ്കിൽ എല്ലിന് കൊലാജൻ വേണം. എല്ലിന് കൊലാജൻ വേണമെങ്കിൽ ഈ കൊലാജനാണ് കാൽഷ്യത്തിനെയും ഫോസ്ഫറസിനും എല്ലാ മിനറൽസിനും ബൈൻഡ് ചെയ്ത് വെക്കുന്ന എല്ലിൽ. അങ്ങനെയാണ് എല്ലിന് ബലം കിട്ടുന്നത്. അപ്പൊ ഈ കൊലാജൻ എന്തുവാ? ഓക്കെ. അപ്പൊ ബേസിക് ആയിട്ട് വേണ്ടെന്തുവാണ്? എക്സസീവ് യൂസേജ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസീവ് ആയിട്ട് തന്നെ ആ PVMFOA കഴിക്കണം. എന്നാൽ മാത്രമേ ആരോഗ്യം ഉണ്ടാവും. അതുകൊണ്ട് അധികം ഓടിയാൽ, അധികം നടന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എല്ലാം തേയ്മാനം വന്ന് തീരെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. ഒരിക്കലും ഇല്ല. ഓക്കെ. ഓക്കെ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. ലെസ് യൂസേജ് ഓഫ് നീസ് ഡ്യൂ ടു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. ഇത് മഹാമാരകമാട്ടോ. ഇരുന്നെടുക്കുന്ന എണീക്കാറില്ല, ഒരു എക്സസൈസ് ചെയ്യാറില്ല, ഇരുത്തത്തിൽ തന്നെയാണ് എല്ലാ പരിപാടിയും. ഈ വ്യക്തിയുടെ ശരീരത്തിന്റെ ഭാരം നോക്കി ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും ആരോഗ്യത്തിലേക്ക് വരാൻ പറ്റുമോ എന്ന സംശയമാണ്. നിങ്ങൾ നോക്കി. അതിന്റെ മുകളിൽ ഓവർ ആൻഡ് ഓവർ അയാൾ കഴിക്കുന്ന എന്തുവാ? കംപ്ലീറ്റ് ജങ്ക് ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഹെവി ഫാറ്റായി, ഒബേസിറ്റി വല്ലാതെ കൂടി, എല്ലിന്റെ സാന്ദ്രത നിശ്ചിത രൂപത്തിൽ കുറവായിരിക്കും. അപ്പൊ ഈ കക്ഷി പിന്നെ എന്തോ ചെയ്യാൻ പറ്റും? അപ്പോ ഇങ്ങനെയൊന്നും ആവരുത്. ഓക്കെ. എക്സസൈസ് ഈസ് മസ്റ്റ്. സീഡ്സ് അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഉറക്കം, രണ്ടാമത്തത് എക്സസൈസ്. സോ വി ഡു ദാറ്റ്. റൈറ്റ്. ഓക്കെ. അടുത്തത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി. വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ പോഷകങ്ങളുടെ ന്യൂനത, അതും ഈ ഒരു പ്രശ്നത്തിന് വളരെയധികം ആക്കം കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പോഷക ന്യൂനത ഇനിയും നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ അതിനെ ആരെയും കുറ്റം പറയാനുള്ള നിങ്ങളെ മാത്രമേ പറയാനുള്ളൂ. കാരണം 15 വർഷമായിട്ട് ന്യൂട്രി ചാർജ് പോഷകങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കാണ് അതിന്റെ ന്യൂട്രീഷന്റെ അഭാവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കഴിക്കാത്തതിന്റെ കാരണമാണ്. അല്ലാതെ ഞാനിവിടെ ക്ലാസ് എടുക്കുന്ന പറഞ്ഞിട്ടുണ്ടോ,
കാസർഗോഡ് ജില്ലയിലുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് മേടിക്കാൻ പറ്റുള്ളൂ, ബാക്കി ആരും മേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും കാണുന്ന ആൾക്കാർക്ക് മുഴുവനും, അതുപോലെ എന്നെ കാണാത്ത ആൾക്കാർക്ക് നീ കണ്ട ആൾക്കാർ ചെന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്യണം. അപ്പൊ പോഷക ന്യൂനത ഒരു അടുത്ത കാരണമാണ്. അപ്പൊ നോക്കി എന്തൊക്കെയാണ് കാരണം ഒന്നും കൂടി നമുക്ക് ബാക്കിലേക്ക് പോയി നോക്കാം. ഒന്ന്, അമിത ഭാരം, ഓക്കെ, അതായത് ഒബേസിറ്റി, പൊണ്ണത്തടി. രണ്ടാമത്തത് എക്സസീവ് യൂസേജ് വിത്തൗട്ട് ന്യൂട്രിയൻസ്, പോഷകങ്ങളുടെ അഭാവത്തിൽ കൂടെ തന്നെ അതിന് വേണ്ടൊന്നും കൊടുക്കാതെ യൂസേജ് അധികം ചെയ്യുക, തീരെ സെഡൻറ്ററി ലൈഫ്, ഒരു ആക്ഷനും ഇല്ല, ഒന്നുമില്ല. അതുപോലെ തന്നെ പോഷകങ്ങളുടെ അഭാവം, ഇതെല്ലാം കാരണം നമ്മളുടെ മുട്ടിൽ നീർക്കെട്ട് വരിക, മുട്ട് മടക്കാൻ പറ്റാത്ത അവസ്ഥ വരിക, മുട്ട് നിവർക്കാൻ പറ്റാത്ത അവസ്ഥ വരിക, മുട്ടിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോവുക. ഇത്രയും ക്ലിയർ ആയിരിക്കുമല്ലോ. ഇതാണ് ബേസ്, ഇന്നത്തെ പ്രസന്റേഷന്റെ ബേസ് ആണിത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിനി മുന്നോട്ട് പോകാം. റൈറ്റ്, ഓക്കെ. ഇങ്ങനെയാകുമ്പോൾ ഈ മൂന്നാല് കാര്യം പറഞ്ഞാകുമ്പോൾ ആദ്യം സംഭവിക്കുന്നതാണ് വീക്ക് ബോൺസ്. അപ്പോൾ എല്ലുകളുടെ ശക്തി കുറഞ്ഞു പോകുക. ഇപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ ഇത്ര മനോഹരമായ ചിത്രമാണ്, ഓക്കെ. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മളുടെ മുട്ട്, ഓക്കെ. ഈ മുകളിലോട്ട് പോകുന്നത് തുടയെല്ല് എന്ന് പറയും, ഫീമർ. ഈ താഴോട്ട് പോകുന്നത് നമ്മളെ കാൽപാദത്തിലേക്ക് പോകുന്നതാണ്, ഇതിനെ ടിബിയ എന്നാ പറയാം. ഇത് ഇവിടുന്ന് ഒന്നാ കാണുന്നെങ്കിലും താഴോട്ട് പോകുമ്പോൾ അത് രണ്ടായിട്ട് ഇങ്ങനെ പേടിച്ചു പോകും, ഓക്കെ. അപ്പൊ ടിബിയ രണ്ടെണ്ണം ഉണ്ടാവും, ഫീമർ ഒന്ന് തന്നെ ഉണ്ടാവും. അപ്പൊ ഈ രണ്ടിന്റെയും ജോയിന്റിനാണല്ലോ മുട്ട്. ജോയിന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ലോക്കായിട്ട് ജോയിന്റ് ആവില്ല കേട്ടോ, രണ്ടിനും നടുവിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഇങ്ങനെ ഈ ഗ്യാപ്പിലാണ് ആ സൈനോവൽ ഫ്ലൂയിഡ് ഉള്ളതും, അതുപോലെ തന്നെ ഈ രണ്ട് എല്ലിന്റെ എഡ്ജിലാണ് ആ കാർട്ടിലേജ് ഉള്ളതും. അപ്പൊ ഇത് മുഴുവനും ആരോഗ്യത്തോടെ നിന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ മുട്ടിന് ആരോഗ്യം ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഉള്ള ഒരു മുട്ടിന് മാത്രമേ ശരീരത്തിന്റെ ഈ ഭാരം എടുക്കാൻ പറ്റൂ. കാരണം നമ്മൾ മുട്ടിന് എന്താ പറഞ്ഞിരിക്കുന്നത്? വെയിറ്റ് ബിയറിംഗ് ജോയിന്റ്, ശരീരത്തിന്റെ ഭാരം എടുക്കുന്ന ജോയിന്റ് അല്ല സന്ധി. ഇവിടെ ഇപ്പൊ നോക്കിയേ, ഈ ചിത്രത്തിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കി, ഞാൻ കർസർ വെക്കാം. ഈ എല്ലില് ഇവിടെ ചെറിയ തേയ്മാനം വന്ന കണ്ടോ, തഴഞ്ഞ് ഇങ്ങനെ പൊടിഞ്ഞ പോലെ ഇരിക്കുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി പോയി കഴിഞ്ഞാൽ ഇതങ്ങ് പൊട്ടിപ്പോയില്ലേ? അത് മാത്രമല്ല ഇതിന്റെ കൂടെ ഉള്ളതെല്ലാം നശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഉരസുന്നത്. എത്ര അധികം ഉരയുന്നു അത്രയധികം അത് കേടുപാടിലേക്ക് പോകും. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. വീക്ക് ബോൺസ് നമ്പർ 1. അപ്പോ ഈ ജോയിന്റിൽ ഇങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ഇത് മുകളിലോട്ടും ബാധിക്കുന്നുണ്ടാവും എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ വെറും ജോയിന്റുകൾ മാത്രമല്ല പ്രശ്നം ഉണ്ടാകുന്നത്, ഇത് എല്ലുകൾക്കും സാന്ദ്രത നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഓക്കെ. നമ്പർ 2, ഡാമേജ് ടു നീ ജോയിന്റ് കാർട്ടിലേജ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം എല്ലിന്റെ ഈ ജോയിന്റ് കാണിച്ചു, ഇതുണ്ടോ, ഇത് റിയൽ പിക്ചറാണ്. ഇവിടെ ഈ എല്ലുകളുടെ അവസാനം ഉണ്ടോ, ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു പിങ്ക് കളറിൽ കാണുന്നത്, ഇതാണ് കാർട്ടിലേജ്, തരുണാസ്ഥി എന്ന് മലയാളത്തിൽ പറയുന്നത്. ഇതാണ് രണ്ട് എല്ലുകളുടെയും ഈ എൻഡില്, രണ്ട് എല്ലിന്റെ എൻഡില് ഒരു കുഷ്യൻ എഫക്റ്റ് നൽകുന്നത്. കുഷ്യൻ എഫക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിക്കില്ല, അതുകൊണ്ട് കുഷ്യൻ. ഓക്കെ. ആ കുഷ്യൻ എല്ലപ്പോഴും എന്താണ് പറയാ, ഓയിലി ആയിരിക്കണം, വേണ്ടേ? നമ്മളങ്ങനെയല്ലേ, മിഷനിലൊക്കെ എല്ലപ്പോൾ ഓയിലി ഇല്ലേ? ഓയിലി ആയിരിക്കണം. ആ ഓയിലി ആവാൻ വേണ്ടിയിട്ട് ആ രണ്ടിന്റെയും നടുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനെയാണ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എണ്ണ കൊണ്ട്. അതിനെ നമ്മൾ പറയുന്നതാണ് സൈനോവിയൽ ഫ്ലൂയിഡ്. ഓക്കെ, സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന്. അപ്പൊ ഈ 3 ഘടകങ്ങളും പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആരോഗ്യമുള്ള മുട്ട് കാണും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ എന്തൊക്കെ വേണമെന്നറിയോ? കൃത്യമായിട്ട് പ്രോട്ടീൻ, PVMF കഴിക്കണം, ഒന്ന്. രണ്ടാമത്തത്, പഞ്ചസാരയുടെ യൂസേജ് എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കണം. മൂന്നാമത്തത്, വെള്ളം വേണ്ട അളവിൽ കുടിക്കണം, ഇല്ലെങ്കിൽ ഇതെല്ലാത്തിനും പ്രശ്നമായിരിക്കും. പിക്ചർ ഈസ് വെരി ക്ലിയർ. ഓക്കെ, ഇനി അടുത്തിലേക്ക് പോകും. റൈറ്റ്. ഡിക്രീസ് ഇൻ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ദ നീ ജോയിന്റ്. അപ്പൊ ഇതൊക്കെ വേദന വരാനുള്ള സംഭവങ്ങളാണ്. ഓക്കെ, ഒന്ന് എല്ല് വീക്കാകുന്നു, വീക്ക് ബോൺസ്. രണ്ടാമത്തത് കാർട്ടിലേജ്, ജോയിന്റ് കാർട്ടിലേജിൽ ഡാമേജ് വരുന്നു. മൂന്നാമത്തത് സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടോ, ഈ നീല നിറത്തിൽ കാണുന്നുണ്ടല്ലോ, അതാണ് സൈനോവിയൽ ഫ്ലൂയിഡ്. അത് ഡ്രൈ ആയി പോകുന്നു, ഇല്ലാതെയായി പോകുന്നു. അപ്പോൾ ആ ഓയിലി ടെക്സ്ചർ അവിടെ ഇല്ലാതാകുമ്പോൾ എല്ലാം തമ്മിൽ ഉരസാൻ തുടങ്ങി എല്ലാം തഴഞ്ഞ് ഇല്ലാതെയായി. ഓക്കെ. അപ്പോൾ ഇതെല്ലാം വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ PVMFO മുടങ്ങാതെ എല്ലാ ദിവസവും കഴിക്കണം. പഞ്ചസാര മാക്സിമം കഴിക്കാതിരിക്കണം. മൂന്നാമത്തെ, വെള്ളം ആവശ്യത്തിനനുസൃതമായിട്ട് കുടിക്കണം. നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പൊ ചൂടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്, 3.5 മുതൽ 4 ലിറ്റർ വരെയെങ്കിലും ഒരു ദിവസം മുടങ്ങാതെ കുടിക്കണം. എന്നാൽ മാത്രമേ ആരോഗ്യം നിലനിർത്താൻ പറ്റൂ. ക്ലിയർ? നെക്സ്റ്റ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് കാണണം, കേൾക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ എക്സ്റേ പിക്ചറാണിത്, ഒറിജിനൽ എക്സ്റേ പിക്ചർ. ഇതിൽ കണ്ടോ നിങ്ങള്? ഇത് ഒരു പിക്ചർ, ഇത് ഒരു പിക്ചർ. ഓക്കെ. ലെഫ്റ്റ് സൈഡിലുള്ള പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ഈ 2 എല്ലുകളുടെയും നടുവിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, കണ്ടോ? ഇതാണ് നോർമൽ ജോയിന്റ് സ്പേസ് എന്ന് പറയും. ഓക്കെ. ഈ ജോയിന്റ് സ്പേസ് ഫില്ലായിക്കൊണ്ടിരിക്കുന്നത് സൈനോവൽ ഫ്ലൂയിഡ് കൊണ്ടും കാർട്ടിലേജും കൊണ്ടാണ്. അതേ മുട്ട് പിന്നീട് ഒരു സമയത്ത് നിങ്ങൾ ലൈറ്റ് സൈഡിലൂടെ നോക്കി, ആ സ്പേസേ ഇല്ലാതെ, കണ്ടോ?
ദർ ഇസ് നോ സ്പേസ്. അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ രണ്ട് എല്ലുകളും തമ്മിൽ ജോയിന്റ് ആയി. അപ്പോ ലോസ് ഓഫ് ജോയിന്റ് സ്പേസ്. അപ്പോ നേറോയിങ് ഓഫ് ദ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്യാപ്പ് എത്രയധികം കുറയുന്നുവോ അത്രയും നിങ്ങൾക്ക് മുട്ടിന് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇത് കംപ്ലീറ്റ് വന്ന് രണ്ട് എല്ലുകളും ഒരുമിച്ചങ്ങ് വന്നാൽ അത് ചില ഫ്യൂസ് ആയിപ്പോ, ജോയിന്റ് ആയിപ്പോ, ഫ്യൂസ്ഡ്. അങ്ങനെ ഫ്യൂസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മടക്കാനോ നിവർക്കാനോ എല്ലാം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിന്റെ മുകളിൽ ഒരു പ്രഷർ കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്പം ഒന്ന് ചാടാൻ പോലും നിങ്ങൾക്ക് പറ്റാത്ത അവസ്ഥയിലേക്ക്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? കണ്ടിന്യൂസ് വിയർ ആൻഡ് ടിയർ, കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തേയ്മാനം. എന്തിൻ്റെത്? കാർട്രേജിൻ്റെത്. അതുപോലെ തന്നെ ഈ ഡിക്രീസ് സൈനോവൽ ഫ്ലൂയിഡ്, ആ സൈനോവൽ ഫ്ലൂയിഡ് ഇല്ലാതെയായതുകൊണ്ട് കാർട്ടിലേജിന് ഉണ്ടാകുന്ന നിരന്തരമായിട്ടുള്ള തേയ്മാനം കൂടുതൽ കൂടുതൽ ഒരസൽ ഉണ്ടാക്കുന്നു ജോയിന്റ്സുകളിൽ. ആ ഒരസരൻ ഇങ്ങനെയായിട്ട് മാറുന്നു. മനസ്സിലായല്ലോ? ക്ലിയർ അല്ല പിക്ചർ? വളരെ സ്ലോ ആയിട്ട് മനസ്സിലാകുന്ന രൂപത്തിലാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് മനസ്സിലായില്ല എന്ന് മാത്രം നിങ്ങൾ പറയരുത്. ഓക്കെ, ശ്രദ്ധിക്കണം, അത്രയും പറയാണ്. നെക്സ്റ്റ്, ആദ്യമായിട്ട് നമുക്ക് മുട്ടുവേദന ഫീൽ ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മൾ വല്ലാതെ ജമ്പ് ചെയ്ത് പോകുമ്പോഴോ ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റെയർ കേസ് കയറുമ്പോഴും ആയിരിക്കും നമുക്കിത് അധികം കാണുക. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമ്മളുടെ ആകെ ഉള്ള നമ്മളൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ വേദന വന്നു, വേദന സമ്മാരി കഴിക്കുക എന്നുള്ളതാണ്. സോ യു ഗോ ആൻഡ് സ്റ്റാർട്ട് ടേക്കിംഗ് പെയിൻ കില്ലേഴ്സ്. പക്ഷെ ഈ വേദന എന്തുകൊണ്ടാണോ വന്നത് അതിനെ മനസ്സിലാക്കാതെ വേദന സമ്മാരി കഴിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നു. അപ്പൊ എവിടുന്നാണോ ഈ വേദന ഉത്ഭവിച്ചിരിക്കുന്നത് ആ ഉത്ഭവത്തിൽ നിന്ന് ബ്രെയിനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലായതാണ് ഈ വേദന എന്നുള്ളത്. അപ്പോൾ വേദന സമ്മാരി കഴിക്കുമ്പോൾ വേദന സമ്മാരി ചെയ്യുന്ന എന്തുവാ? ഇവിടുന്ന് ഈ വേദനയുടെ ഇമ്പൾസ് കൊണ്ടുവന്നത് ഇല്ലാതെയാക്കുന്നു. മാത്രം പ്രഷർ അവിടെ സ്റ്റക്ക് ചെയ്തു, അതുകൊണ്ട് നമുക്കിത് അറിയുന്നില്ല. പക്ഷെ അവിടെ ആ നടന്നുകൊണ്ടിരിക്കുന്ന ശോഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ വേണം നമ്മൾ അറസ്റ്റ് ചെയ്യാൻ. പക്ഷെ പെയിൻ കില്ലർ നമുക്ക് കുറച്ച് സമയത്തേക്ക് മാത്രം റിലീഫ് തരത്തുള്ളൂ. കാരണം ഈ പെയിൻ കില്ലർ ആജീവനാന്തം കഴിക്കാൻ പറ്റത്തില്ല. അതിനൊരു നിശ്ചിത സമയം മാത്രം, ഒരാഴ്ച, 2 ആഴ്ച, മാക്സിമം 3 ആഴ്ച എന്ന് വിചാരിക്കുക. അതിനപ്പുറം കഴിക്കാൻ പറ്റത്തില്ല. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് ഹ്യൂജ് പ്രോബ്ലം. അപ്പോൾ അധികം കഴിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്, എന്തുകൊണ്ടാണോ ആ വേദന വന്നത് അത് പെയിൻ കില്ലേഴ്സ് ഒരിക്കലും പരിഹാരം നൽകില്ല. മനസ്സിലല്ലേ? ഇപ്പൊ മുട്ടുവേദന എന്തുകൊണ്ടാണോ വന്നത് അത് ഈ വേദന സമ്മാരി കഴിച്ചുകൊണ്ട് ആ മുട്ടുവേദന മാറത്തില്ല. മനസ്സിലായി? അത് ആ വേദന വന്നതിന്റെ ഉറവിടത്തു നിന്നുള്ള ആ വേദനയുടെ ഇമ്പൾസ് ബ്രെയിനിലേക്കോ സ്പൈനൽ കോഡേക്കോ കൊണ്ടുവന്നതിനെ ഇല്ലാതെയാകുന്ന ആ ഞരമ്പിനെ ഒന്ന് ആ സുന്നങ്ങാക്കും. അതുകൊണ്ട് നമുക്ക് വേദന അറിയുന്നില്ല, പക്ഷെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നില്ല സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാം അനുഭവം ഉണ്ടാവായിരിക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു വേദനയ്ക്ക് വേണ്ടി വേദന സമ്മാരി കഴിക്കുമ്പോൾ ആ സമയത്തുള്ള വേദനയെക്കാളും കൂടുതലായിരിക്കും ആ വേദന സമ്മാരി നമ്മൾ നിർത്തലാക്കിയാൽ ഉണ്ടാകുക. കാരണം ഈ വേദന സമ്മാരി കൂടുതൽ ശോഷണം സംഭവിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ. അതുകൊണ്ട് മുട്ടുവേദന, പല്ലുവേദന എല്ലാം വരുമ്പോൾ വേദന സമ്മാരി മാത്രമല്ല അതിനുള്ള പരിഹാരം. അതിനുള്ള പരിഹാരം എന്തുകൊണ്ട് ആ വേദന വന്നു അതിനെ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മൂന്നാമത്തത്, ഇതാണ് ഞാൻ പറഞ്ഞത്. വേദന സമ്മാരി കഴിക്കുമ്പോൾ മുട്ടുവേദന ഇല്ലാതെ തോന്നും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യോ? മാറി കേട്ടോ, അത് കഴിച്ചപ്പോൾ മാറി, നല്ല ഗുളികയാണ്, നല്ല ഡോക്ടർ കേട്ടോ, തന്നപ്പോൾ മാറി. എന്നിട്ട് നിങ്ങൾ മുട്ടിന്റെ മുകളിൽ വീണ്ടും പ്രഷർ കൊടുക്കാൻ തുടങ്ങും. വേറെ വേദന ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ പ്രഷർ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വേദന സമ്മാരി അപ്പുറത്തങ്ങ് നിർത്തലാക്കുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് സിമ്പിൾ ഇൻട്രസ്റ്റിലല്ല വരിക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാ വരിക വേദന. ഓക്കെ, റൈറ്റ്. പിന്നെ പെയിൻ കില്ലേഴ്സ് വേറൊരു പ്രശ്നം കൂടി ചെയ്യും, എസിഡിറ്റി. ഇല്ലെങ്കിലേ എസിഡിറ്റിയാണ് ആൾക്കാർക്ക്. അപ്പൊ പെയിൻ കില്ലറും കൂടി കഴിക്കുമ്പോൾ അത് കൂടുതൽ എസിഡിറ്റി ഉണ്ടാക്കും. അത് മാത്രമല്ല അതിന്റെ പാർശ്വഫലങ്ങൾ ഭീകരമാണ്. നമ്മളെ ശരീരത്തിലെ വളരെ വൈറ്റൽ ആയിട്ടുള്ള ഓർഗൻസുകളെയൊക്കെ അത് ബാധിക്കും. അതിൽ ഒന്നാണ് കിഡ്നി, പിന്നെ ഹൃദയം, കരള്, ഇതൊക്കെ അതിൽ പെടും. അപ്പൊ ഇതിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കഴിച്ചത് മുട്ടുവേദനക്കായിരുന്നു, പക്ഷെ മുട്ടുവേദനക്കുള്ള ഗുളിക കഴിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിനും പ്രശ്നമായി, എൻ്റെ കരളിനും പ്രശ്നമായി, എൻ്റെ കിഡ്നിക്കും പ്രശ്നമായി. അപ്പൊ ഒന്നെടുത്താൽ 3 ഫ്രീ അവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾ എന്തിനൊക്കെയാ കഴിക്കുക? ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. നമ്മൾ ആ പ്രശ്നത്തിനെ അഡ്രസ് ചെയ്യുക. ആ വേദന എന്തുകൊണ്ട് വന്നു അതിനെ അഡ്രസ് ചെയ്യുക. എന്നാലെല്ലാം മാറും. ഓക്കെ, സോ ലെറ്റ് us see. പിന്നെ അവസാനം മരുന്നെല്ലാം കഴിച്ച് പെയിൻ കില്ലറൊക്കെ കഴിച്ച് ഒരു പരുവത്തിലായി എല്ലാം ഒന്നുമില്ലാതെ ആകുമ്പോൾ ഓടുന്ന ലാസ്റ്റ് റിസോർട്ടാണ് നീ റീപ്ലേസ്മെന്റ് സർജറി, മുട്ട് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ. അതിന്റെ ഒരു ചിത്രമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ബാക്കി ഫോട്ടോ ഒന്ന് കാണിക്കാനുള്ള ഒരു മനസ്സെനിക്ക് നട്ടരാപ്പാതിരിക്കില്ല. ഞാൻ ഇത് കഴിഞ്ഞാൽ ഉറങ്ങാനാ പോകേണ്ടത്. ഞാൻ ആ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഉറക്കമില്ലാതാവും. പിന്നെ നിങ്ങൾ രാവിലെ വിളിച്ചു പറയും, സാറാ പറഞ്ഞ 6 മുതൽ 8 മണിക്കൂർ ഉറങ്ങണമെന്ന്. ഇങ്ങനത്തെ ചിത്രങ്ങളൊക്കെ കാണിച്ചിട്ട് എന്റെ ഉറക്കം പൊളിക്കിയ സാറാണെന്ന് പറയും. അപ്പൊ പിന്നെ അതിന് കഴിയല്ല. ഈ ഒരു ചിത്രം മാത്രം കണ്ടാൽ മതി. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ മുട്ടിനെ മുറിച്ചങ്ങ് മാറ്റിയിട്ട് ഏതോ കമ്പനി ഉണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മുട്ട് അവിടെ അകറ്റി കൊടുക്കുക ചെയ്യുന്നത്. ഇതവിടെ അകറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ 2 ഭാഗത്തുള്ള എല്ലിന് ഈ കക്ഷിയെ പരിചയമില്ലല്ലോ. അപ്പൊ ആ പരിചയം ആദ്യം ആയി വരണേ തന്നെ കുറച്ച് ദിവസം എടുക്കും.
കാരണം ഈ മുട്ടിലേക്ക് കട്ട് ചെയ്ത എല്ലിലേക്ക് ഇത് ജോയിന്റ് ആയി വരണ്ടേ, അതിന് കുറച്ച് സമയം എടുക്കും. പിന്നെ എല്ലിനും തേയ്മാനുണ്ട്, അതുകൊണ്ട് വിചാരിച്ച സ്പീഡിൽ വരണമെന്നില്ല. പിന്നെ കുറെ ദിവസം ഇതിനിങ്ങനെ ഇളക്കാനും പിടിക്കാനും ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളെ ഉടനെ ഈ നീ റിപ്ലേസ്മെന്റ് സർജറി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ഈ ഡോക്ടർ നേരെ വിടുകയെന്നറിയോ, ഫിസിയോതെറാപ്പിസ്റ്റ് എടുക്കുകയാണ്. അങ്ങേര് വന്നിട്ട് ഇതിനെ കേട്ടാപാട എന്ന് നിവൃത്തിയും മടക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്ക് ഈശ്വര, അത് പറയുമ്പോൾ തന്നെ എനിക്ക് മുട്ടിൽ വേദന വരാൻ തുടങ്ങി. അതുകൊണ്ട് ഈ കാലത്തെ പണിക്കൊന്നും പോകണ്ട കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ ഇനി ഇതൊക്കെ ചെയ്താൽ ഗുണം ഉണ്ടെങ്കിൽ രസം ഉണ്ടായിരുന്നു. ഇത് ഒടുക്കത്തെ വിലയാണ്. ഓരോ ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യും അതിന്റെ റേറ്റ്. 3-3.5 ലക്ഷം മുതൽ അങ്ങ് തുടങ്ങും. അത് പിന്നെ എവിടം വരെ പോകുന്ന എനിക്കറിയാൻ പാടില്ല. എന്നാൽ ഇത്രയധികം കാശ് കൊടുത്തിട്ട് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടത്തിയ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുമോ ഈ ശസ്ത്രക്രിയ നടത്തുന്ന വ്യക്തിക്ക്? അതായത് ഇതൊന്നും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെറുപ്പം ഓടുന്ന പോലെ നിങ്ങൾക്ക് ഓടാൻ പറ്റും, മുട്ട് പഴയ അവസ്ഥയിലേക്ക് വരും. ക്യാൻ ഹി ഗിവ് ഗ്യാരണ്ടി ഫോർ യു? ഹി കനോട്ട് ഗിവ് ഗ്യാരണ്ടി. അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഹാസ് നോ ഗ്യാരണ്ടി ഓഫ് ദ റിസൾട്ടിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഇനി ഇത്രയും കാശ് മുടക്കി നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു തരിക. മുട്ടുമാറ്റി ശസ്ത്രക്രിയ നടത്തി, പക്ഷെ നിങ്ങൾക്ക് പഴയതുപോലെ നടക്കാനും മേല, കാല് മടക്കാനും മേല. വീണ്ടും ആ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ പറയും, ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞല്ലേ, പൂർണ്ണ ഗ്യാരണ്ടി ഞാൻ തരുന്നില്ല, നമുക്ക് ചെയ്തു നോക്കാന്നാ പറഞ്ഞെന്നാ പറയാം. ഈ മരുന്ന് കമ്പനി പറഞ്ഞ പോലെയാണ്. കോവിഡ് ഉള്ള സമയത്ത് എല്ലാവരെ കൊണ്ട് ഇഞ്ചക്ഷൻ എടുപ്പിച്ചു. ഇപ്പോഴതെല്ലാവരും അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പം പറയുന്നത് എന്താ, ഇനി ഞങ്ങളത് പിൻവലിക്കുക ചെയ്യുന്നത്, കാരണം അതിന്റെ പാർശ്വഫലം ഇതാണ്. അതിപ്പോ കണ്ടായാലും ആദ്യം കണ്ടില്ലായിരുന്നു. അപ്പൊ നിങ്ങളുടെ ശരീരത്തിലും എന്റെ ശരീരത്തിലേക്ക് ഓടിക്കിടക്കുന്ന ഈ പാർശ്വഫലമുള്ള സാധനം ആരാ പിൻവലിക്കുക? മരുന്ന് കമ്പനിക്കാരനും കൂളായിട്ട് കൈയും പൊടച്ച് വാഷ് ചെയ്ത് അങ്ങ് പോയി. നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ എവിടെ സംഭവിക്കുന്നത്? ഇനി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ രണ്ടാമതൊരു ഓപ്പറേഷൻ ആ കാലിൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. യു കനോട്ട് ഡു ട്വൈസ്. ഒരേ മുട്ടിൽ 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്യാനേ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനെ കൊണ്ട് കിട്ടുന്ന റിസൾട്ട് യാതൊരു തരത്തിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഇടപാടിനൊന്നും പോകണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ആണ് അങ്ങോട്ടൊന്നും പോകണ്ട എന്ന് വിചാരിച്ചിട്ട് പിടിച്ചു നിർത്താനുള്ള ഒരു സാധനമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഹലോ, ഞാനിപ്പോ ഇന്ന് എനിക്കൊരു സമാധാനം എന്താണെന്നറിയോ, ഞാൻ ഇന്ന് PUC തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ കയ്യിലെടുത്താൻ കാണിച്ചു തരാം. ഇതാ ഇപ്പം തന്നെ കയ്യിലെടുത്ത് പിടിച്ചോളൂ. കാണാലോ, ശരിക്കും ന്യൂട്രിചാർജ് ബീജ കാണില്ല അല്ലേ? ഇതാ എന്റെ കയ്യിൽ ഇതാണ്. ഇത് കൃത്യമായിട്ട് കഴിക്കണം. ഇത് കയ്യിലെടുത്ത് വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാ ഇതിലുള്ളതെന്നല്ല ഞാനിപ്പോ പറഞ്ഞുതരാം. ഓക്കെ, ലെറ്റ് us see. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15 ടാബ്ലറ്റ് ഉള്ള 2 സ്ട്രിപ്പ്, അതായത് 30 ടാബ്ലറ്റ്. അതുപോലെ ഇങ്ങനത്തെ ചെറിയ പാക്കറ്റ് സെഷെ എന്ന് പറയുന്നത്, അത് 30 എണ്ണം. അപ്പൊ ഒരു മാസത്തേക്കുള്ള പാക്കറ്റ്. ഓക്കെ, അപ്പോ ഈ പറയുന്ന രണ്ടും സംയോജിതമായിട്ട് തന്നെ കഴിക്കണം, അല്ലാതെ തോന്നിയ പോലെ കഴിക്കരുത്. അപ്പൊ ആദ്യം ഈ പൊടിയെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി വെക്കുക. കലക്കി വെച്ചതിന് ശേഷം ഇതിൽ ഒരു ടാബ്ലറ്റ് എടുക്കുക, വായിലിടുക. എന്നിട്ട് ഈ കലക്കി വെച്ച വെള്ളത്തോടെ കുടിക്കുക. ഇതാണ് ഇതിന്റെ പ്രോസസ്സ്. ഇനി വേറെ ഒന്നും ചെയ്തു വെക്കരുത് കേട്ടോ, കാരണം പല ആൾക്കാരും പലതും ചെയ്തതായിട്ട് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ ഗുളിക എങ്ങനെയാണോ അതുപോലെ തന്നെ ആ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നാക്കിൽ വെക്കണം. ആ പാക്കറ്റിൽ നിന്ന് എടുത്ത് നാക്കിലേക്ക് കൊണ്ടുവന്ന വഴിയിൽ അതിന്റെ രൂപാന്തരപ്പെടുത്തരുത്. രൂപാന്തര യാത്രയിലേക്ക് നമ്മൾ പോയിക്കോളൂ. അതിന്റെ ഗുളികയുടെ രൂപാന്തരം ചെയ്യരുത്. എന്നിട്ട് അതങ്ങനെ നാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് കലക്കി വെച്ചിരിക്കുന്ന ന്യൂട്രിചാർജ് ബീജയുടെ പൗഡർ ഉണ്ടല്ലോ ഒരു ഗ്ലാസ് വെള്ളത്തിൽ, ആ വെള്ളം കൊണ്ട് വേണം ഇതിനകത്തോട്ടാക്കാൻ. ഇനി ഇതിന്റെ അപ്പുറം എനിക്ക് പറഞ്ഞുതരാൻ അറിഞ്ഞൂടാ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നല്ലേ? ഓക്കെ, ശരി. ഓക്കെ, എ വേൾഡ് ക്ലാസ് ക്ലിനിക്കലി പ്രൂവൺ ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഫോർ ദി ഹെൽത്ത് ഓഫ് ബോൺ ആൻഡ് ജോയിന്റ്. ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ. ന്യൂട്രിചാർജ് ബീജയുടെ ഡെഫിനിഷൻ എന്തുവാ? എ വേൾഡ് ക്ലാസ് ക്ലിനിക്കലി പ്രൂവൺ ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഫോർ ദി ഹെൽത്ത് ഓഫ് ബോൺ ആൻഡ് ജോയിന്റ്. ലോകോത്തരമായിട്ടുള്ള ക്ലിനിക്കലി പ്രൂവ് ചെയ്യപ്പെട്ട പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലുകളുടെയും സന്ധികളുടെയും ആരോഗ്യത്തിനുള്ള. ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എത്ര എഫക്റ്റീവ് ആയിരിക്കും ഈ സാധനം. അല്ലാതെ ക്ലിനിക്കലി പ്രൂവൺ ഒന്നും അങ്ങനെ ആവില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ പറ്റി ഇനി നോക്കാം. ന്യൂട്രിചാർജ് ബീജ എന്താണ് വിശദീകരിച്ചൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പം വിച്ച് ഈസ് ഹെൽപ്ഫുൾ സ്ട്രെങ്തനിങ് ബോൺസ്. അത് നേരത്തെ പറഞ്ഞ പോലെ എല്ലിന്റെ സാന്ദ്രത കൂട്ടാനും, അതുപോലെ അതിന് ബലം നൽകാനും, ആ വേദന ഇല്ലാതെയാക്കാനും, തേയ്മാനം ഇല്ലാതെയാക്കാനും, കാർട്ടിലേജിനെ നശിപ്പിച്ച് അത് തീരെ ഇല്ലാതെയാവുന്ന ഒരവസ്ഥയിലേക്ക് പോവാതിരിക്കാനും, സൈനോവിൽ ഫ്ലൂയിഡ് ഡ്രൈ ആവാതിരിക്കാനും,
കറക്റ്റ് പോഷകങ്ങൾ കൊടുത്തുകൊണ്ട് ആ ഏരിയ മൊത്തം ആരോഗ്യം ഉള്ളതാക്കി മാറ്റും. അതാണ് ന്യൂട്രിചാർജ് BJ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ക്ലിനിക്കൽ പ്രൂവ് ചെയ്ത് അന്ന് ഞാൻ ജനങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്ത സാധനം. അപ്പൊ ഇതെനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ ആൾക്കാർക്ക് ഞാൻ തരാം. ഓക്കെ, ഞാൻ ശ്രമിക്കട്ടെ ഉണ്ടോ ഇല്ലയോ. പക്ഷെ ദിസ് വാസ് ദ ക്ലിനിക്കലി പ്രൂവൺ സ്റ്റഡി വിച്ച് വാസ് ഡൺ ഓൺ ന്യൂട്രിചാർജ് BJ. റൈറ്റ് നൗ ന്യൂട്രിചാർജ് BJ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പൊടിയിൽ എന്തൊക്കെയാ ഉള്ളത്, ഇതൊക്കെയാണ് എല്ലാവരും അറിയേണ്ടത്. നിങ്ങൾ ചെന്നിട്ട് ഒരാളോട് പറയുമ്പോൾ സാറേ ആ പൊടിയിൽ എന്താ ഉള്ളത്, അപ്പൊ പൊടിയിൽ പൊടി അല്ലല്ലോ, പൊടിയിൽ പൊടിയാന്ന് പറഞ്ഞാൽ എങ്ങനെ എന്ത് പൊടി? അപ്പൊ ആ പൊടിയിലുള്ള പോഷകങ്ങൾ എന്തുവാ നമുക്ക് നോക്കാം. പൊടിയിലുള്ള പോഷകങ്ങളാണ് ഹൈ ക്വാളിറ്റി മിൽക്ക് കാൽഷ്യം. ഓക്കെ, മിൽക്ക് കാൽഷ്യം എന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിന്റെ റേഞ്ചിൽ ഏറ്റവും അഗ്രഗണ്യനാണ്. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലിലേക്കുള്ള കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് കൂടും. അങ്ങനെ എല്ലിൽ കാൽഷ്യം ഡിപ്പോസിഷൻ കൂടിയാൽ എല്ലിന്റെ സാന്ദ്രത കൂടും. അങ്ങനെ എല്ലിന്റെ സാന്ദ്രത കൂടിയാൽ ഈ പറഞ്ഞ പോലത്തെ വിഷമങ്ങളൊക്കെ മാറും. അപ്പോൾ അതുകൊണ്ടാണ് ആ പൊടിയിൽ ആദ്യമുള്ള എന്താ, എക്സലന്റ് ക്വാളിറ്റി ഉള്ള മിൽക്ക് കാൽഷ്യം. രണ്ടാമത്തത് മഗ്നീഷ്യം. മഗ്നീഷ്യം നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിൽ എത്ര മഗ്നീഷ്യം ഉണ്ടോ അതിന്റെ 50% നമ്മളുടെ സന്ധികളിലായിരിക്കും. അപ്പൊ എല്ലിന്റെ സാന്ദ്രതക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പൊ മഗ്നീഷ്യം ഉണ്ട് ഇതില്, ആ പൊടിയിൽ. മൂന്നാമത്തത് ഇന്യൂലിൻ. ഇന്യൂലിൻ എന്തിനാ ഇട്ടിരിക്കുന്നത്? കാരണം നമ്മളുടെ ഗട്ട്, ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും ഡൈജസ്റ്റീവ് സിസ്റ്റം ആയിട്ടുള്ള ഗട്ട് വളരെ അൺഹെൽത്തി ആയിരിക്കും. അതുകൊണ്ട് ഈ സാധനം അങ്ങനെ തന്നെ നിങ്ങൾക്ക് തന്നാൽ ഒരുപക്ഷെ നിങ്ങളുടെ ശരീരം അത് സ്വീകരിക്കില്ല, അബ്സോർവ് ചെയ്യപ്പെടില്ല. അബ്സോർവ് ചെയ്യപ്പെടാത്തതാണെങ്കിൽ തന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്യൂലിൻ എന്ത് ചെയ്യും, നിങ്ങളുടെ ഗട്ടിനെ ക്ലീൻ ചെയ്യും. ഗട്ടിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ടാവും. കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ ന്യൂട്രിചാർജ് BJ എടുത്തപ്പോൾ ഗട്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഇന്യൂലിൻ കഴിക്കുമ്പോൾ നിങ്ങളെ ഗട്ട് അനാരോഗ്യമുള്ളതാണെങ്കിൽ, അതായത് ന്യൂട്രിചാർജ് BJ കഴിക്കുമ്പോൾ നിങ്ങളെ ഗട്ട് ആരോഗ്യമുള്ളതല്ലെങ്കിൽ നിങ്ങൾക്ക് വയറിളകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ കേൾക്കുന്ന ആളൊന്ന് മനസ്സിലാക്കണം, നിങ്ങൾ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇത് പുതുതായിട്ട് കഴിക്കുന്ന ആളും ഇത് മനസ്സിലാക്കണം. ന്യൂട്രിചാർജ് BJ കഴിച്ചിട്ട് വയറിളകുന്നുണ്ടെങ്കിൽ അത് ആ പ്രൊഡക്റ്റിന്റെ സൈഡ് എഫക്റ്റ് അല്ല, അതിന്റെ ഇഫക്റ്റ് ആണെന്ന് മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്കായിരുന്നു തകരാറുള്ളത്. നിങ്ങളുടെ കുടലിലുള്ള കേടുപാടുകളെ ക്ലീൻ ചെയ്യുന്നത്, അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇന്യൂലിൻ. അത് ഡയറ്ററി ഫൈബർ ആണ്. അപ്പോൾ ആ ഇന്യൂലിൻ അത് ക്ലീൻ ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയന്റും നമ്മുടെ ശരീരം വലിച്ചെടുക്കും. ഓക്കെ, നാലാമത്തതാണ് റോസിപ്പ് എക്സ്ട്രാക്ട്. റോസിപ്പ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് വേദന സംഹാരിയായിട്ട് പ്രവർത്തിക്കുന്നതാണ്. നമ്മളുടെ ഈ സൗത്ത് അമേരിക്കയിലൊക്കെ കാടുകളിലൊക്കെ കിട്ടുന്ന ഒരുതരം റോസാപ്പൂ പോലത്തെ, അതിന്റെ ഒരു കായയാണ് അത് റോസിപ്പ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്, വേദന സംഹാരി. അത് പ്രകൃതിദത്തമായിട്ടുള്ള നാച്ചുറൽ. ആൻഡ് അഞ്ചാമത്തതാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ എല്ലിന് ബലം കിട്ടത്തുള്ളൂ. കാരണം വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ ഈ കാൽഷ്യം, മഗ്നീഷ്യം അതിനെയൊക്കെ കൊണ്ടുപോയിട്ട് എല്ലിൽ ഇങ്ങനെ പിടിപ്പിച്ചു വെക്കും. ഓക്കെ, എന്നിട്ട് കാർട്ടിലേജ്, അതിൻ്റെ അകത്തുള്ള സോകോൾഡ് ഈ പ്രോട്ടീൻ ഉണ്ടാവും, നമ്മൾ അത് ബൈൻഡ് ചെയ്ത് വെക്കും. അതാണ് കൊലാജൻ. അപ്പൊ അങ്ങനെയാണ് എല്ലിന്റെ സാന്ദ്രത കിട്ടുന്നത്. സോ എല്ലുകൾക്ക് ബലം നൽകാനുള്ള പോഷകങ്ങളാണ് ഈ പൊടിയിലുള്ളത്. ഇനി കാർട്ടിലേജിനെയും സൈനോവിൽ ഫ്ലൂയിഡിനെയും, അതായത് കാർട്ടിലേജിനെ സംരക്ഷിക്കുകയും അതുപോലെ സൈനോവിൽ ഫ്ലൂയിഡിനെ കൂട്ടാനുമുള്ളതാണ് ടാബ്ലറ്റിലുള്ളത്. എന്തൊക്കെയാണെന്നുള്ളത്? ഗ്ലൂക്കോസമൈൻ ഹൈഡ്രോക്ലോറൈഡ്. ഗ്ലൂക്കോസമൈൻ ഹൈഡ്രോക്ലോറൈഡ് ഏറ്റവും ബെസ്റ്റ് ഗ്ലൂക്കോസമൈൻ ആണ്. അതാണ് ഞങ്ങൾ ഇതിൽ ചേർത്തിരിക്കുന്നത്. ഗ്ലൂക്കോസമൈൻ സൾഫേറ്റ് ആണ് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാത്തിലുള്ളത്. അപ്പൊ സൾഫേറ്റ് 50% അബ്സോർവ് ചെയ്യില്ല. ഇത് ഏകദേശം 90% അബ്സോർവ് ചെയ്തു പോകും. ചില ഗ്ലൂക്കോസമൈൻ സൾഫേറ്റ് ഒരു 70% ആകുന്നുണ്ട് ചിലത്. അത് ഇപ്പോഴത്തത് റിഫൈൻഡ് ചെയ്ത്. പക്ഷേ ഗ്ലൂക്കോസമൈൻ ഹൈഡ്രോക്ലോറൈഡ് എബവ് 90% ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത്. പിന്നെ ഉള്ളതാണ് MSM. MSM എന്ന് പറഞ്ഞാൽ മിഥൈൽ സൾഫോനിൽ മിഥേൻ. ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് തരണാസ്ഥിയിൽ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത് എവിടെയൊക്കെയാണ് നമ്മൾ സെൽസ് ഉള്ളത് അതിനൊക്കെ ഉണ്ടാകുന്ന സാധനമായിരുന്നു കാൽഷ്യം. അതെ, അപ്പൊ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ വെള്ളം വലിച്ചു കൊണ്ടുവന്നിട്ട് ആ സൈനോവിൽ ഫ്ലൂയിഡിന്റെ അവിടെ എത്തിക്കും. അപ്പൊ നമ്മൾ ആ ലൂബ്രിക്കേറ്റഡ് ആയിരിക്കല്ലോ. അപ്പൊ കാർട്ടേജ് ഒന്നും ബ്രേക്ക് ഡൗൺ ആയി പോകത്തില്ല. പിന്നെ ഉള്ളത് വൈറ്റമിൻ K27. വൈറ്റമിൻ K എല്ലിന്റെ സാന്ദ്രതയ്ക്ക് വലിയ ആവശ്യമുള്ളതാണ്, വൈറ്റമിൻ K. പക്ഷെ അതിനേക്കാളും അതുക്കും മേലെ എന്ന് പറയുന്ന വൈറ്റമിൻ K27 ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത്, which is highly refined than vitamin K, which is highly effective than vitamin K, and which is highly expensive than vitamin K. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട സുഹൃത്തുക്കളെ, ലോകത്ത് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് നിങ്ങളോടൊന്ന് ചോദിക്കണം. അല്ലെ നിങ്ങളുടെ സുഹൃത്തുക്കളോടും പരിചയമുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം എനിക്ക് ഒന്ന് തരണം. കാരണം ഇത് ലോഞ്ച് ചെയ്തത് 9 വർഷം മുന്നെയാണ്. അന്ന് ഇതിന്റെ MRP എന്തായിരുന്നോ അതിൽ നിന്ന് ₹1 പോലും ഈ കഴിഞ്ഞ ദിവസം വരെ കൂട്ടിയിട്ടില്ല. 9 വർഷമായിട്ട് നോ ചേഞ്ച് ആസ് ഫാർ ആസ് MRP is concerned. കാരണം ഇത് ജനങ്ങൾക്ക് ഒരു സേവനം പോലെയാണ് ഈ പ്രൊഡക്റ്റ് ഞങ്ങൾ തന്നിരിക്കുന്നത്.
പക്ഷേ 9 വർഷം കഴിഞ്ഞപ്പോൾ വലിയൊരു മാറ്റം സംഭവിച്ചു ന്യൂട്രിചാർജ് ബീജയുടെ പ്രൈസിൽ. ഞങ്ങൾ കൂട്ടുകയല്ല ചെയ്തത്, കുറയ്ക്കുക ചെയ്തത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്നിട്ടും നമ്മൾ ഇത് മേടിച്ച് കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരെയാണ് തല്ലേണ്ടത്, ആരെയാണ് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്തോളാം. ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ദെൻ വൈറ്റമിൻ ഡി. അപ്പൊ പൊടിയിലും വൈറ്റമിൻ ഡി ഉണ്ട്, ടാബ്ലറ്റിലും വൈറ്റമിൻ ഡി ഉണ്ട്. അപ്പൊ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാവാനുള്ള സാധ്യത ഇവിടെ കുറവായിരുന്നു. ദെൻ കംസ് ബോസ്വേലിയ, ഇതൊക്കെ ഓക്കെ. അങ്ങനെ മാഗ്നീസ്, ബോറോൺ, കോപ്പർ, ഓക്കെ, അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ടുള്ള സംഭവം. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ പ്രകൃതിദത്തമായിട്ടുള്ള സാധനമാണ്, ബയോട്ടിൻസ് എന്നൊക്കെ പറയും. ഇനി നമുക്ക് അതിന്റെ ഓരോന്നിനെയും ഒന്ന് വിസ്തരിച്ചൊന്ന് നോക്കാം. ഓക്കെ, ആദ്യം എടുക്കുക ഗ്ലൂക്കോസമൈൻ ഹൈഡ്രോക്ലോറൈഡ്. വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 തരമുണ്ട്, സൾഫേറ്റ്, ഹൈഡ്രോക്ലോറൈഡ്. സൾഫേറ്റ് ഇപ്പോൾ ഈയിടെ ആയിട്ടാണ് ഒരു 74% റിഫൈൻഡ് ചെയ്ത് എത്തിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളത് ആദ്യം മുതലേ 99% പ്യൂറാണ്. അതാണ് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താ, കഴിച്ചാൽ ഉടനെ എബ്സോർബ് ആവും. എബ്സോർബ് ആയി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങളുടെ കാലിന് നീരങ്ങ് പോകും. എവിടേക്കാണോ വേദന വരുന്നത് അവിടുന്ന് നീർക്കെട്ടിനെ അങ്ങ് മാറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. പിന്നെ കുറെ കാലമായിട്ട് നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട്, കുറെ വേദന സമാരി കഴിച്ച ആളാണ്, കുറെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച ഒരാളാണ് ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങളുടെ ഇപ്പോൾ ഡൈജഷൻ മോശമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ന്യൂട്രിചാർജ് ബീജ കഴിച്ചാൽ ഈ വേദന ഉണ്ടല്ലോ ചില സമയത്ത് ആദ്യത്തിനേക്കാൾ ഒന്ന് കൂടും. അതുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ആവശ്യമില്ല, പതിയെ വീണ്ടും പഴയതിലേക്ക് കൊണ്ടുവരും, അതിനേക്കാളും താഴെ കൊണ്ടുവരും. അതുകൊണ്ട് ആദ്യം ഒന്ന് ഞെട്ടൽ തരുന്നതാ. ആ ഞെട്ടൽ നമ്മൾ ഭയപ്പെട്ടു പോയാൽ പിന്നെ നമ്മൾ വിജയിക്കാൻ പറ്റത്തില്ല. പിന്നെ ഗ്ലൂക്കോസമൈൻ ഹൈഡ്രോക്ലോറൈഡ്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് കാർട്ടിലേജ് കോമ്പൗണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, കാർട്ടേജ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഗ്ലൂക്കോസമൈൻ ഹൈഡ്രോക്ലോറൈഡ് അതിനെ ബലത്തിലേക്ക് കൊണ്ടുവരും, എല്ലിനെ ബലത്തിലേക്ക് ആക്കും. ഓക്കെ, എവിടെയാണ് ഞാൻ കാർട്ടേജിന്റെ നേരത്തെ പറഞ്ഞു, ഞാൻ പ്രദീപ് സാറൊക്കെ പറഞ്ഞ സംഭവം. ഗ്ലൂക്കോസമൈൻ ഹൈഡ്രോ കൊലാജൻ ബോൺ ആൻഡ് ഹെൽതി കൊലാജൻ ബോൺ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇത് വളരെ തിൻ ആയിട്ടുള്ളതാണ്, ഇത് വളരെ ബ്രോഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിന്റെ ബലം കൂടുതലായിരിക്കും, ഇതിന്റെ ബലം വളരെ മോശമായിരിക്കും. അപ്പൊ ഇവിടെ കൊലാജൻ കുറഞ്ഞുകൊണ്ട് എല്ല് വളരെയധികം വീക്കായി പോയി. ഇവിടെ കൊലാജൻ ഉള്ളത് കൊണ്ട് എല്ല് നല്ല സ്ട്രോങ് ആയി. അപ്പൊ ഈ കൊലാജൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് പ്രോട്ടീൻ ദാറ്റ് ബൈൻഡ്സ് ബോൺസ് ആൻഡ് ജോയിന്റ്സ്. എല്ലുകളെയും സന്ധികളെയും ബൈൻഡ് ചെയ്തിട്ട് അവിടത്തേക്കുള്ള പോഷകങ്ങളെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഈ കൊലാജൻ. അപ്പോ ഗ്ലൂക്കോസമൈൻ ഹൈഡ്രോക്ലോറൈഡ് എന്ത് ചെയ്യും, ആ പ്രോട്ടീനിന്റെ ഉൽപാദനം വളരെയധികം കൂട്ടും. അപ്പൊ നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് പ്രോട്ടീൻ എടുക്കുന്നു, ഇവിടുന്ന് കൊലാജൻ ഇത് കൂട്ടുന്നു, കോമ്പിനേഷൻ ആയി വരുമ്പോൾ ലോ കൊലാജൻ ബോൺ വിൽ ബിക്കം ഹെൽതി ബോൺ, കൊലാജൻ ഉള്ള ബോണായി മാറും. അപ്പൊ അങ്ങനെയാകുമ്പോൾ നല്ല സ്ട്രോങ് ആൻഡ് ഹെൽതി ബോണായി കിട്ടും നിങ്ങൾ. ഓക്കെ, രണ്ടാമത്തത്, ഇപ്പോൾ കാർട്ടിലേജ് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എല്ലിന് എന്തെങ്കിലും തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാനും റിപ്പയർ ചെയ്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഗ്ലൂക്കോസമൈൻ ഹൈഡ്രോക്ലോറൈഡ് സഹായിക്കും. അതിനർത്ഥം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഭീകര അവസ്ഥയിലേക്ക് കൊണ്ടുപോകത്തില്ല, പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥത്തിനെ റിപ്പയർ ചെയ്തുകൊണ്ട് അത് നല്ല ബലം നമുക്ക് ഉണ്ടാക്കി തരും. അതേപോലെ ജോയിന്റിന്റെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഫ്ലെക്സിബിലിറ്റി, സ്ട്രെങ്ത് എല്ലാം നഷ്ടപ്പോയിക്കാൻ നമുക്ക് മടക്കാനോ നിവർത്താനൊന്നും പറ്റില്ല. പക്ഷെ ഗ്ലൂക്കോസമൈൻ ഹൈഡ്രോക്ലോറൈഡ് കൃത്യമായി പോകുമ്പോൾ ആ അവിടുത്തെ സ്ട്രെങ്ത് കൂട്ടുകയും ചെയ്യുന്നു, അതേപോലെ ഫ്ലെക്സിബിലിറ്റി ഇൻ ദ ജോയിന്റ്സ് ഇൻക്രീസസ്. അതുകൊണ്ട് സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് മടക്കാനും നിവർക്കാനൊക്കെ പറ്റും. അപ്പൊ ആദ്യം ഞാൻ കാണിച്ചൊരു സ്ലൈഡില്ലേ, എന്തുകൊണ്ടാണ് നീർക്കെട്ട് വരുന്നത്, എന്തുകൊണ്ടാണ്, അതേ സ്ലൈഡ് അല്പം കഴിഞ്ഞിട്ട് വീണ്ടും വരും. ഹ്യൂജ് ഡിഫറൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, ഗ്ലൂക്കോസമൈൻ ഹൈഡ്രോക്ലോറൈഡ് ഇതാ വന്നു കഴിഞ്ഞു. സ്വെല്ലിംഗ് ജോയിന്റിന്റെ കുറയ്ക്കുന്നു, സ്റ്റിഫ്നെസ് കുറയ്ക്കുന്നു, വേദനകൾ കുറയ്ക്കുന്നു. അപ്പൊ ആദ്യത്തെ സ്ലൈഡിലും ഇത് തന്നെയാണ് ചിത്രം. പക്ഷെ അവിടെ ഈ വരുന്നതിന്റെ കാരണം എന്തായിരുന്നതാണ്. ഇപ്പൊ ഇത് കഴിച്ചത് കൊണ്ട് നിങ്ങൾക്ക്, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ 99% അബ്സോർബ് ചെയ്യപ്പെടുന്ന ഗ്ലൂക്കോസമൈൻ ഹൈഡ്രോക്ലോറൈഡ് ആയതുകൊണ്ട് നമ്മളുടെ ശരീരത്തിൽ അത് അത്രയും അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എവിടെയാണോ വേദന ഉള്ളത് ആദ്യം അവിടുത്തെ നീരില്ലാതെയാക്കും, അവിടുത്തെ വേദന ഇല്ലാതെയാക്കും. ഇനി നിങ്ങൾ ഈ ന്യൂട്രിചാർജ് ബീജ കഴിക്കുന്നത് വൈകുന്നേരം 5 മുതൽ 6 അല്ലെങ്കിൽ 5 മുതൽ 7 മണിയുടെ സമയത്താണ് കഴിക്കുക. ആ സമയത്ത് നിങ്ങൾ ഇപ്പോൾ ചില ആൾക്കാർ 8 മണിക്ക് വന്നിട്ട് അന്നേരം കഴിക്കാം, ഭക്ഷണം കുറച്ച് ലേറ്റ് ആയിട്ട് കഴിച്ചാൽ മതി. പക്ഷെ അധികം ലേറ്റ് ആക്കേണ്ട, അത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ അപ്പൊ ഇതെന്താ സംഭവിച്ചാൽ, നിങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ നിങ്ങൾ ആ പ്രോട്ടീനും ആ PVMF-ഉം കൂടി കഴിച്ചാൽ നല്ല ബലമായിരിക്കും. കാരണം ആ സ്വെല്ലിങ്, ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള omega-3 നിങ്ങൾ ന്യൂട്രിചാർജ് വെജ് കൂടി കഴിക്കുന്നുണ്ട്. ഈ എല്ലിന് അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ നിങ്ങൾ ന്യൂട്രിചാർജ് മേനോ, ന്യൂട്രിചാർജ് മുകളിലൂടെ കഴിക്കുന്നുണ്ട്. ഫൈബർ പ്രോട്ടീന്റെ കൂടെ കഴിക്കുന്നതുകൊണ്ട് വയറ് നല്ല ക്ലീൻ ആവുന്നു. അതുകൊണ്ട് ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ എല്ലാത്തിന്റെ ഉപരി പ്രോട്ടീൻ അതും കഴിക്കുന്നുണ്ട്. അപ്പൊ നോക്കിയാൽ രാവിലെ PVMF-ഉം വൈകിട്ട് ന്യൂട്രിചാർജ് ബീജയും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത. പക്ഷെ മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു 2000-3000 രൂപയ്ക്ക് ഭയപ്പെടുമ്പോൾ
നമ്മൾ പിന്നീട് ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവാക്കാൻ വേണ്ടി തയ്യാറാകുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾ ഇന്നു മുതൽ ഇത് കഴിച്ചു തുടങ്ങും. ഇല്ലെങ്കിൽ ഞാനിവിടെ നിങ്ങൾ പറയും, നിങ്ങൾ കേൾക്കും, എന്നിട്ട് ആരും പറയാത്തതും കേൾക്കാത്തടങ്ങിയും പോയിട്ട് നിങ്ങൾ മുട്ടുകൊടുത്തേക്ക് പോരുകയും ചെയ്യും. അത് ചെയ്യരുത് കേട്ടോ, പ്ലീസ്. അപ്പൊ ഗ്ലൂക്കോസോമൻ എന്താ ചെയ്യുന്നത്? കാർട്ടിലേജിനെ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു, ആ ജോയിന്റിലെ സ്മൂത്ത്നെസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ തേയ്മാനവും അതുപോലെ അവിടെ ഫ്രിക്ഷൻ, ഉരസൽ ഇല്ലാതെയാക്കുന്നു. ഓക്കെ. പിന്നെ ഇത് ആന്റി ഓക്സിഡന്റ് ആണ്. ഗ്ലൂക്കോസോമൻ ഹൈഡ്രോക്ലോറൈഡ് എന്താണ്? ആന്റി ഓക്സിഡന്റ്. അതുകൊണ്ട് എന്തുണ്ടാവും? ആന്റി ഓക്സിഡന്റ് എന്താ ചെയ്യുന്നത്? ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നു. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയുമ്പോൾ അവിടത്തേക്കുള്ള ഹാർംഫുൾ ഫ്രീ റാഡിക്കൽസിന്റെ ഉത്പാദനം കുറയുന്നു. അതുകൊണ്ട് അവിടെ ഉണ്ടാവേണ്ട ഡിസ്കംഫേർട്ട്, അവിടെ ഉണ്ടാവേണ്ട വേദന, അവിടെ ഉണ്ടാവേണ്ട ബുദ്ധിമുട്ടെല്ലാം ഇല്ലാതെയാവും. അതവിടെ ഗ്ലൂക്കോസോമൻ ഹൈഡ്രോക്ലോറൈഡ് അവസാനിക്കുന്നു. ഇനി വരുന്നത് MSM. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ഞാൻ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? MSM. അപ്പൊ മിഥൈൽ സൾഫോണിൽ മിഥൈൻ, ഇറ്റ് ഈസ് എ സൾഫർ കമ്പൗണ്ട് ഫൗണ്ട് ഇൻ ഓൾ സെൽസ് വിച്ച് ഹെൽപ്സ് ടു കീപ് ജോയിന്റ്സ് ഹെൽതി. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇത് മനസ്സിലാക്കണം. ഓക്കെ രവി സാർ, താങ്ക് യു. സാർ എന്തായാലും അത് പറയുമെന്ന് എനിക്കറിയാം. കാരണം ഏറ്റവും അധികം എല്ലാ പല മുഖങ്ങളിൽ ഒരു മുഖമാണ് സാറ്. വീഡിയോ ഓഫ് ചെയ്യാതെ കാണും. ഇന്ന് ഇടയ്ക്കിടയ്ക്ക് മാഡം വന്നവിടെ ഇരിക്കുന്നുണ്ട്. I do take it as a precaution, sir. Oh, thank you, sir. Thank you very much. Wonderful. അതാണ് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്. മിഥൈൽ സൾഫോണിൽ മിഥൈൻ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. Sulfonyl methane. മിഥൈൽ sulfonyl methane. സൾഫോണിൽ മിഥൈൻ. യെസ്. ഓക്കെ. പിന്നെ MSM എന്താ ചെയ്യുന്നത്? റിലീവ്സ് സ്വെല്ലിംഗ് ആൻഡ് പെയിൻ ഇൻ ജോയിന്റ്സ്. അപ്പൊ ജോയിന്റുകളിൽ ഉണ്ടാവുന്ന നീർക്കെട്ട്, വേദന കുറയ്ക്കുന്നു. അതേപോലെ ജോയിന്റ് ഫ്ലൂയിഡ്, അതായത് സൈലോമിൽ ഫ്ലൂയിഡ് ആൻഡ് കാർട്ടിലേജ് ഡാമേജിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. നോക്കി എത്ര മനോഹരമായ സംഭവം. ഒരു ഭാഗത്ത് ഗ്ലൂക്കോസോമൈൻ ഹൈഡ്രോക്ലോറൈഡ്, മറുവശത്ത് മിഥൈൽ സൾഫോണിൽ മിഥൈൻ ആയിട്ടുള്ള MSM. നോക്കി എന്താ കോമ്പിനേഷൻ, വാട്ട് എ കോമ്പിനേഷൻ ഇറ്റ് ഈസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം വൈറ്റമിൻ K27. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു K27 അല്ലത് K27 എന്നാണ് പറയുന്നത്. യെസ്, K27. അത് മുകളിൽ എഴുതിയതാണ് ശരി. വൈറ്റമിൻ K27. യെസ്. അപ്പോ ഈ വൈറ്റമിൻ K27 എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോസ്റ്റ് എക്സ്പെൻസീവ്. യെസ്, മോസ്റ്റ് എക്സ്പെൻസീവ് ഓഫ് വൈറ്റമിൻ K ആണ്. ദ ബെസ്റ്റ് ഫോം ഓഫ് വൈറ്റമിൻ K ആണ്. അതുപോലെ തന്നെ ബയോ ആക്റ്റീവ് ആൻഡ് അബ്സോർപ്ഷൻ വൈറ്റമിൻ Kയേക്കാളും കൂടുതലുള്ളതാണ്. അപ്പൊ ഇതിന് വളരെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വളരെ വിലപിടിച്ച സംഭവമാണ്, വളരെ റിസൾട്ട് ഓറിയന്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ K27 ചേർത്തിരിക്കുന്നത്. ഓക്കെ, ഇതെന്താ ചെയ്യുന്നത്? ഇറ്റ് ക്യാൻ ആക്ടിവേറ്റ് ദ പ്രോട്ടീൻ നീഡഡ് ടു ബൈൻഡ് കാൽഷ്യം ഇൻ ദ ബോൺ മാട്രിക്സ്. അപ്പൊ കാർട്ടിലേജിന്, ഓക്കെ, കാൽഷ്യത്തിനെ ബോൺ മാട്രിക്സിലേക്ക് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ബൈൻഡ് ചെയ്ത് വെക്കാനുള്ള പ്രോട്ടീൻ, അതാണ് കാർട്ടിലേജ്. ആ കാർട്ടിലേജിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വൈറ്റമിൻ K2 സഹായിക്കുന്നു. അങ്ങനെ ആവുമ്പോൾ ചുരുക്കത്തിൽ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ഈസ് സ്ട്രെങ്തനിങ് ദ ബോൺസ്. അപ്പോ എല്ലിന്റെ സാന്ദ്രത, എല്ലിന്റെ ബലം, എല്ലിന്റെ ശക്തി, എല്ലിന്റെ ആരോഗ്യം അത് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഈസ് വൈറ്റമിൻ D. ഈ വൈറ്റമിൻ D ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എല്ലിന് വേണ്ട മിനറൽസ് എല്ലിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടത്തുള്ളൂ. അതിലാണ് കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, അങ്ങനത്തെ. അപ്പോ ഇതെല്ലാം ബോണിന് ആവശ്യമാണ്, എല്ലുകൾക്ക് ആവശ്യമാണ്, മസിൽസിന് ആവശ്യമാണ്, ജോയിന്റ്സിന് ആവശ്യമാണ്, എല്ലാത്തിനും ആവശ്യമാണ്. അപ്പൊ ഇതിന്റെ ഈ പറയുന്ന ഈ മിനറൽസ് യഥേഷ്ടം ചെന്നിട്ട് ഈ എല്ലുകളിലും മസിൽസിലും ജോയിന്റ്സിലും പോയിട്ട് അങ്ങ് അബ്സോർബ് ചെയ്യപ്പെടണമെങ്കിൽ ഒരു വാഹനം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ചിത്രം വരച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയേ. ദിസ് ഈസ് എ ബോൺ വേർ യു ലാക്ക് വൈറ്റമിൻ D. അപ്പൊ വൈറ്റമിൻ D ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കണ്ടോ മിനറൽസ് ഒക്കെ വളരെ കുറവാണ്. പക്ഷെ ഇവിടെ വൈറ്റമിൻ D കൊടുത്തപ്പോൾ യു ക്യാൻ സീ ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പൊ ഇവിടെ കുറച്ചേ വന്നിട്ടുള്ളൂ. അപ്പൊ സാന്ദ്രത വളരെ കുറവേ ഉണ്ടാവും. ഇവിടെയോ ഗംഭീര റിസൾട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് വൈറ്റമിൻ D കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പൊടിയിലും വൈറ്റമിൻ D. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ റെഡ്യൂസ് ദ ബോൺ ലോസ്. എല്ലിന്റെ ശോഷണം അത് ചെറുക്കും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു പ്രിവെന്റ് ദ ഡാമേജ് ടു നീ ജോയിന്റ് ആൻഡ് കാർട്ടിലേജ്. അപ്പോൾ സന്ധികൾക്കും ആ സന്ധികളിലുള്ള തർണാസ്ഥികൾക്കും ഉണ്ടാവുന്ന ശോഷണം അല്ലെ ഡാമേജ് ഈ പറയുന്ന വൈറ്റമിൻ D ഇല്ലാതെയാക്കുന്നു, അതിന് ബലം കൊടുക്കുന്നു. പിന്നീടുള്ള ബോസ്വേലിയ, ഇതൊരു ഹെർബൽ എക്സ്ട്രാക്ട് ആണ്. ചിത്രം കണ്ടാൽ തന്നെ അറിയാം, ചെടിയിൽ നിന്ന് എടുത്താണ്. ഇത് ആന്തരിക നീർക്കെട്ട് ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ്. ഇറ്റ് റെഡ്യൂസസ് ഇൻഫ്ലമേഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ രാവിലെ PVMF കഴിക്കുന്നു, അതിൽ ന്യൂട്രിചാർജ് വെജോമേഗ ഉച്ചക്കും വൈകുന്നേരം ഇതിന്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ റിസൾട്ട് വാട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ്. പിന്നെ ബോസ്വേലി ചെയ്യുന്നത് എന്താ നോക്കിയേ? പ്രിവെന്റ്സ് ലോസ് ഓഫ് ജോയിന്റ് കാർട്ടേജ്. ഇവിടെ കാണാം ഈ ചിത്രം, ഇത് ഒരു ഒറിജിനൽ ചിത്രം പോലെ തന്നെയാണ്. ഓക്കെ, ഈ പിങ്ക് നിറത്തിലുള്ളതാണ് കാർട്ടിലേജ്. ഓക്കെ, അപ്പൊ ഇവിടെ നല്ല നോർമൽ ഫിമോറൽ കാർട്ടിലേജ് ആണിത്.
പക്ഷെ അതേ കാർട്ടിലേജ് ഇവിടെ കണ്ടോ, തേങ്ങ പൊടിഞ്ഞു പോയിരിക്കുന്നത് കണ്ടോ. ഇറ്റ് ഈസ് ദ ഡാമേജ് വിച്ച് ഹസ് കോസ്റ്റ് ടു ദി കാർട്ടിലേജ്. സോ ബോസ്വെൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡാമേജ് ഇല്ലാതെയാക്കുന്നു. ഈ ഡാമേജ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇത് ശരീരത്തിൽ നമ്മളെ ദ്രോഹം ചെയ്യുന്ന എൻസൈമുകളുടെ ഉൽപാദനം നടക്കും. ആ ഡാമേജ് ചെയ്യുന്ന എൻസൈമുകളുടെ ഉൽപാദനം ഇത് കുറയ്ക്കും. അപ്പൊ എന്തുണ്ടാവും, ഈ ഡാമേജ് കുറയും. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സെഡ്? സോ ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിംഗ് ദ ലെവൽസ് ഓഫ് എൻസൈം ദാറ്റ് ക്യാൻ കോസ് ഡാമേജ് ടു കാർട്ടിലേജ്. അപ്പോൾ കാർട്ടിലേജിനെ ഡാമേജ് ചെയ്യാൻ വേണ്ടി ഉൽപ്പാദിക്കപ്പെടുന്ന എൻസൈമുകളുടെ ആ ഉൽപാദനം ബോസ്വേലിയ ഇല്ലാതെ ആക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. സോ യുവർ കാർട്ടിലേജ് റിമെയിൻസ് ഹെൽതി. പിന്നെ നെക്സ്റ്റ് ഈസ് ബ്രോമിലിൻ. ബ്രോമിലിൻ എന്ന് പറഞ്ഞാൽ ഒരു ഡൈജസ്റ്റീവ് എൻസൈം കൂടിയാണ്. ഇത് ഏറ്റവും അധികം കാണപ്പെടുന്നത് പൈനാപ്പിളിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഫ്രൂട്ടുകൾ എന്ന് പറഞ്ഞാൽ അതൊന്ന് പൈനാപ്പിളാണ്. ബാക്കി പല ഫ്രൂട്ട്സുകളും ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയും. പക്ഷെ ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് ഈ പൈനാപ്പിളാണ്. ആ പൈനാപ്പിളിൽ കാണുന്നതാണ് ബ്രോമിലിൻ. അത് ആന്റി ഇൻഫ്ലമേറ്ററി എൻസൈം കൂടിയാണ്. അങ്ങനെയാകുമ്പോൾ ജോയിന്റുകളിൽ കാണപ്പെടുന്ന വേദനകൾ അല്ലെ ജോയിന്റുകളിൽ കാണപ്പെടുന്ന പ്രോബ്ലംസുകളെ റെഡ്യൂസ് ചെയ്യാൻ, കുറയ്ക്കാൻ അത് സഹായിക്കും. അടുത്തത് മാഗ്നീസ്. മാഗ്നീഷ്യം അല്ല, മാഗ്നീസ്. അത് ശരീരത്തിനെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള പല എൻസൈമുകളെയും ആക്ടിവേറ്റ് ചെയ്യും. ആ എൻസൈമാണ് നിങ്ങളുടെ എല്ലുകൾക്കും കാർട്ടിലേജിനും സാന്ദ്രത നൽകുന്നത്. അപ്പോൾ ആരോഗ്യം നൽകുന്ന എൻസൈമുകളുടെ പ്രൊഡക്ഷൻ അത് കൂട്ടും. നൗ മാംഗനീസ് പ്രൊട്ടക്ട്സ് ജോയിന്റ്സ് ഫ്രോം ഡാമേജ് ഡ്യൂറിങ് ഇൻഫ്ലമേഷൻ. ഓക്കെ, അപ്പൊ നീർക്കെട്ട് ഉണ്ടാകുമ്പോൾ ആ ജോയിന്റുകൾ ഉണ്ടാവുന്ന ഡാമേജുകൾ ഈ മാംഗനീസ് ഇല്ലാതെയാക്കുക ചെയ്യുന്നത്. ഓക്കെ, ഒരു കവചം പോലെ അവിടെ വന്നിട്ട്. പിന്നെ ബോറോൺ, അത് എല്ലിന്റെ സാന്ദ്രത, എല്ലിന്റെ ബലം കൂട്ടാൻ സഹായിക്കുന്നു. പിന്നെ ബോൺ മെറ്റാബോളിസം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ മെറ്റാബോളിസം നടന്നാൽ മാത്രമാണല്ലോ അത് ക്ഷയ-അപചയ പ്രവൃത്തിയാണല്ലോ. അപ്പോൾ അത് നമുക്ക് വേണ്ടതുപോലെ ലഭിക്കത്തുള്ളൂ. ഒരു ഭക്ഷണം കഴിച്ചിട്ട് ശരിയായ മെറ്റാബോളിസം ഇല്ലെങ്കിൽ അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് കിട്ടത്തില്ല. അതുപോലെയാണ് ഇവിടെയും ഈ ബോൺ മെറ്റാബോളിസത്തിന് വളരെയധികം സഹായിക്കും. അതുകൊണ്ട് എന്താ ചെയ്യുക, ഈ ബോറോൺ കാൽഷ്യം, മാഗ്നീഷ്യം, വൈറ്റമിൻ ഡിയുടെ കൂടെ ചേർന്നിട്ട് എല്ലിന്റെ മെറ്റാബോളിസം കൂട്ടും. അങ്ങനെ എല്ലിന്റെ മെറ്റാബോളിസം കൂടുമ്പോൾ എല്ലിന്റെ സാന്ദ്രത കൂടും, എല്ലിന്റെ വീക്ക്നെസ് കുറയും. റൈറ്റ്. നെക്സ്റ്റ് ഈസ് കോപ്പർ. കോപ്പർ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് അഗെയിൻ എ കൊലാജൻ. എസെൻഷ്യൽ പ്രോട്ടീൻ ആയിട്ടുള്ള കൊലാജനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി കോപ്പർ സഹായിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ കാർട്ടിലേജ് ഓഫ് ജോയിന്റ് ആൻഡ് ഇൻ ദ ബോൺസ്. ഇത് തർണാസ്ഥിയിലും അസ്ഥികളിലാണ് കാണപ്പെടുക. അപ്പോൾ കോപ്പർ നല്ലോണം പോയി കഴിഞ്ഞാൽ ഇത് നമ്മളുടെ എല്ലിന്റെ സാന്ദ്രത കൂട്ടാൻ സഹായിക്കും. ഓക്കെ, റൈറ്റ്. ഈ കോപ്പറിന് അങ്ങനത്തെ ഒരു ചെറിയ നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചില നല്ല കാര്യങ്ങളൊക്കെ അബ്സോർവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ന്യൂട്രിചാർജ് വുമൺ കഴിക്കുന്ന ആൾക്കാർ, ഓക്കെ, അയൺ കഴിക്കുന്ന ആൾക്കാർ, അതിൽ അയൺ ഉണ്ടല്ലോ, അല്ല ന്യൂട്രിചാർജ് മാൻ കഴിക്കുന്നത് അതിലും അയൺ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് കഴിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടതുപോലെ അയണിന്റെ അബ്സോർപ്ഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആ എന്തിനാണ് ന്യൂട്രിചാർജ് വുമൺ കഴിച്ചാൽ ആ റിസൾട്ട് അല്പം ഒന്ന് വീക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോപ്പർ ജഗ്ഗിലോ കോപ്പർ പാത്രത്തിലോ രാത്രി വെള്ളം ഒഴിച്ചു വെച്ചിട്ട് ആ വെള്ളം രാവിലെ ന്യൂട്രിചാർജ് വുമൺ കഴിക്കുമ്പോൾ കുടിച്ചാൽ ഈ കോപ്പർ വാട്ടർ വിൽ ഇൻക്രീസ് ദ അബ്സോർപ്ഷൻ ഓഫ് അയൺ. അതുപോലെ തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. ഇറ്റ് വിൽ ഇൻക്രീസ് ദി ജോയിന്റ് ആൻഡ് ബോൺ ഹെൽത്ത്. ഓക്കെ, റൈറ്റ്. മിൽക്ക് കാൽഷ്യം, ഞാൻ നേരത്തെ പറഞ്ഞ് ഏറ്റവും ഹൈ ക്വാളിറ്റി കാൽഷ്യമാണ്. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് കാൽഷ്യം. അതുകൊണ്ട് ആ കുട്ടികൾക്ക് നമ്മൾ പാല് കൂടുതൽ കൊടുക്കുക, മിൽക്ക് കാൽഷ്യം കിട്ടാൻ വേണ്ടിയിട്ട്. അത് വിചാരിച്ച് നമ്മളിപ്പം കഴിച്ചു കഴിഞ്ഞാൽ മിൽക്കിൽ നിന്ന് ഡൈജഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിലുള്ള കാൽഷ്യം നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ന്യൂട്രീഷൻ സയൻസിൽ കൂടെ നമ്മൾ ഈ മിൽക്ക് കാൽഷ്യത്തിനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, സോ യു ജസ്റ്റ് ടേക്ക് ഇറ്റ്. ആൻഡ് മിൽക്ക് കാൽഷ്യം ഈസ് കൺസിഡേർഡ് എ ഗുഡ് സോഴ്സ് ഓഫ് കാൽഷ്യം ഇൻ ബോൺസ്. ഇത് അബ്സോർബ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതുകൊണ്ട് പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് പോകും. ഓക്കെ, ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് അബ്സോർബ്സ് വെൽ ആൻഡ് ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് മോർ കാൽഷ്യം ടു ദ ബോഡി. അപ്പൊ എന്താണ് സംഭവിക്കുക? കൂടുതൽ ഇത് അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, വളരെ സുഗമമായിട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കൂട്ടും. കാൽഷ്യത്തിന്റെ അളവ് ശരീരത്തിൽ കൂടുമ്പോൾ എല്ലിലും കൂടും. അങ്ങനെയാകുമ്പോൾ മൊത്തത്തിൽ നല്ലൊരു ആരോഗ്യമുണ്ട്. പിന്നെ അത് മാത്രമല്ല, പ്രായം കൂടുന്നതനുസരിച്ചിട്ട് എല്ലുകളിലും മസിൽസിലും ഉണ്ടാവുന്ന ശോഷണത്തെ ഇത് കുറയ്ക്കുകയും അതിൽ കൂടെ നിങ്ങളെ മൊത്തം ശരീരത്തിൽ നല്ല ഊർജം നൽകുകയും ചെയ്യും മിൽക്ക് കാൽഷ്യം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വേദന സംഹാരിയായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത് റോസിപ്പ് എക്സ്ട്രാക്ട്. ഇത് സൗത്ത് അമേരിക്ക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യുണീക്ക് റോസ് ഫ്രൂട്ട് ആണ്, ഫ്രോം വിച്ച് യു ഗെറ്റ് ഇറ്റ്. ആൻഡ് ദിസ് ഫ്രൂട്ട് ഈസ് ഫുൾ ഓഫ് വൈറ്റമിൻസ്, ആന്റി ഓക്സിഡൻസ് ആൻഡ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്, ദാറ്റ് ഈസ് ഒമേഗ 3. ഇതെല്ലാം കൂടിയിട്ടുള്ളതാണ്.
അതുകൊണ്ടാണ് ഇതിനെ വേദന സംഹാരി ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ന്യൂട്രിചാർജ് BJ കഴിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് നീർക്കെട്ടും വേദനകളൊക്കെ മാറുന്നത് അതുകൊണ്ടാണ്. റൈറ്റ്? റോസിപ്പ് എക്സ്ട്രാക്ട് ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അത് ആദ്യം നിങ്ങൾ നീർക്കെട്ട് കുറയ്ക്കുന്നു. അതേപോലെ ജോയിന്റ്സിൽ ഉണ്ടാവുന്ന വേദന, ആ ജോയിന്റ്സിൽ ഉണ്ടാവുന്ന ഡാമേജ് ഇല്ലാതെയാക്കും. അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങൾ രാവിലെ പ്രോട്ടീൻ കഴിക്കുന്നു, അതിന്റെ കൂടെ നിങ്ങൾ ന്യൂട്രിചാർജ് മാൻ കഴിക്കുന്നു, ഒരു ദിവസം 3 നേരം ന്യൂട്രിചാർജ് വെജോമിക്കും കൂടി കഴിച്ചാൽ the result which you are going to get by taking NutriCharge BJ is absolutely awesome. Very, very powerful result. Okay? അതാ ഇവിടെ നോക്കിയോ, നിങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് റെഡ്യൂസസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഹാർംഫുൾ എൻസൈം ദ ഡാമേജ് ദ കാർട്ടിലേജ്. ഈ കാർട്ടിലേജിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിപ്പെടുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ചെയ്യപ്പെടുന്ന പ്രൊഡക്ഷനായി വരുന്ന ദോഷം ചെയ്യുന്ന എൻസൈമുകളുടെ ആ ഉൽപാദനം ഇത് കുറയ്ക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേപോലെ ഈ നീ ജോയിന്റ്സിൽ ഉണ്ടാവുന്ന കാർട്ടിലേജിൽ ഉണ്ടാവുന്ന ശോഷണം കണ്ട ഇവിടെ ഇങ്ങനെ ശോഷിച്ച് കണ്ട ഇതെല്ലാം പൊടിഞ്ഞു തുടങ്ങി, അതിനെ പ്രൊട്ടക്ട് ചെയ്യും റോസിപ്പ് എക്സ്ട്രാക്ട്. അതിങ്ങനെയാവുമ്പോൾ നമ്മളുടെ മുട്ടിലുണ്ടാവുന്ന വേദന, സ്റ്റിഫ്നെസ്, നീർവീക്കം എല്ലാം കുറയും. ഓക്കെ, അങ്ങനെ ഇതാ ഇൻഫ്ലമേഷൻ കുറഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല, പിന്നെ വേദന സംഭരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. റൈറ്റ്? സോറി, ഇൻയൂലിൻ ആൻഡ് വിച്ച് ഇസ് എ ഡയറ്ററി ഫൈബർ. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഡൈജസ്റ്റീവ് ഹെൽത്ത് കൂട്ടുന്നു, ബിക്കോസ് ഇറ്റ് ഈസ് എ പ്രീബയോട്ടിക് എലിമെന്റ്. ഇറ്റ്സ് എ ഡയറ്ററി ഫൈബർ ആസ് വെൽ ആസ് പ്രീബയോട്ടിക് എലിമെന്റ്. അപ്പൊ ഗട്ടിന്റെ ആരോഗ്യം ഉണ്ടാവും, അങ്ങനെ ഡൈജസ്റ്റീവ് ഹെൽത്ത് നന്നാകും. അങ്ങനെ ഡൈജസ്റ്റീവ് ഹെൽത്ത് നന്നായി കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂട്രിചാർജ് BJയിൽ കൂടെ കഴിച്ചിരിക്കുന്ന കാൽഷ്യം, മാഗ്നീഷ്യം, അങ്ങനത്തെ മിനറൽസ്, ഗ്ലൂക്കോസോമൈൻ, MS ഇതിന്റെ എല്ലാം എഫക്റ്റീവ്നെസ് വളരെയധികം കൂട്ടുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നോക്കി ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ എല്ലിലേക്ക് കാൽഷ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും മിനറൽസിനെയൊക്കെ കൊണ്ടുവന്ന് ഡിപ്പോസിഷൻ കൂട്ടി, അതിന്റെ സാന്ദ്രത കൂട്ടി നിങ്ങൾക്ക് നല്ല ബലമുള്ള അസ്ഥികൾ സമ്മാനിക്കും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഈ ഫോട്ടോ കണ്ട് ഇത് എക്സ്റേ പിക്ചർ തന്നെയാണ്, ഡയറക്റ്റ് എക്സ്റേ അല്ല, ഒറിജിനൽ പിക്ചറാണ് എല്ലിന്റെ. ഇത് കണ്ട് ഇങ്ങനെ വല പോലെയാ കണ്ട പൊടിഞ്ഞു പോയി. ഇറ്റ് ഷോസ് ദാറ്റ് ബോൺ ലോസ് ഈസ് ഹാപ്പനിങ്. എല്ല് തേമാൻ ഇങ്ങനെയായി കഴിഞ്ഞാൽ ചെറിയ ഒരു പ്രഷർ വന്നാൽ മതി, അത് മൾട്ടിപ്പിൾ ഫ്രാക്ചറായി മാറും. Now magnesium, it is one of the most important minerals in the formation of bone. അപ്പൊ എല്ലിന്റെ ആ ഒരു ഉൽപാദനത്തിൽ ഏറ്റവും അധികം ആവശ്യമുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുമുള്ള ഒരു മിനറലാണ് മാഗ്നീഷ്യം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ശരീരത്തിൽ മൊത്തമുള്ള മാഗ്നീഷ്യത്തിന്റെ 50% അസ്ഥികളിലാണ് ഉണ്ടാകുക. അതുകൊണ്ട് മൊത്തം ശരീരത്തിലെ മാഗ്നീഷ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ നിങ്ങളുടെ എല്ലുകളുടെ സാന്ദ്രത കുറയാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ പ്രായം കൂടുമ്പോൾ ഈ ഡൈജഷൻ കുറയെന്ന് പറയും. അപ്പൊ ഈ പ്രായം കൂടുമ്പോൾ ഞാൻ പറയാൻ പോകുന്നില്ല കേട്ടോ, കാരണം നിങ്ങൾ PVMO കൃത്യമായിട്ട് കഴിക്കും, അപ്പൊ പ്രായമൊന്നുമില്ല. അപ്പൊ എന്നാലും നിങ്ങൾ ഡൈജഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗട്ടിനെ ക്ലീൻ ചെയ്യുക. ഇത് കഴിക്കുമ്പോൾ നമ്മൾ തരുന്ന എല്ലാവിധ മിനറൽസും വൈറ്റമിൻസ് എല്ലാം നിങ്ങളുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്ത് പോകും. അങ്ങനെയാകുമ്പോൾ ഏജ് കൊണ്ടുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും ഇവിടെ പരിഹാരം ചെയ്യപ്പെടും. ഓക്കെ, സോ മാഗ്നീഷ്യം ഹെൽപ്സ് ഇൻ സ്ട്രെങ്തനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ബോൺ സ്ട്രക്ചർ. അപ്പോൾ എല്ലിനെ ബലം നൽകുകയും എല്ലിന്റെ സ്ട്രക്ചറിനെ ഡെവലപ്പ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. ബോൺ മിനറൽ ഡെൻസിറ്റി BMD എന്ന് പറയും. ഓക്കെ, ബോണിന്റെ അകത്ത് കാണുന്ന മിനറലിന്റെ ഡെൻസിറ്റി, സാന്ദ്രത കൂട്ടും. അപ്പൊ എല്ലിൽ മിനറൽസിന്റെ സാന്ദ്രത കൂട്ടുമ്പോൾ നാച്ചുറലി എല്ലിന് നല്ല സ്ട്രെങ്ത് ലഭിക്കും. അതാണ് ന്യൂട്രിചാർജ് BJ എന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ സമഗ്രമായി കഴിച്ചാൽ ലഭിക്കാൻ പോകും. ഓക്കെ, റൈറ്റ്? സോ ന്യൂട്രിചാർജ് BJ is a combination of powder and tablets, which is a nutrition supplement for bone and health, joint health in fact. Okay, now ഇവിടെ നോക്കിയേ, ഈ ന്യൂട്രിചാർജ് BJയിൽ ഏതൊക്കെ ഇൻഗ്രീഡിയന്റ് ആണ് നമ്മളുടെ എല്ലുകൾക്ക് സാന്ദ്രത, എല്ലുകൾക്ക് ബലം നൽകുന്നത്? ഏതൊക്കെയാ നോക്കി എഴുതിക്കോളൂ. മിൽക്ക് കാൽഷ്യം, വൈറ്റമിൻ K27, ഇൻയൂലിൻ, വൈറ്റമിൻ D ആൻഡ് മഗ്നീഷ്യം. ഇത്രയും സാധനമാണ് ന്യൂട്രിചാർജ് BJയിൽ ഉള്ളത്, എല്ലിന്റെ ബലം കൂട്ടുന്നത്. രണ്ടാമത്തത് കാർട്ടിലേജിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കാർട്ടിലേജിന് ബലം നൽകുന്നതാണ് ഗ്ലൂക്കോസോമൈൻ ഹൈഡ്രോക്ലോറൈഡ്, റോസിപ്പ് എക്സ്ട്രാക്ട്, ബോസ്വേലിയ ആൻഡ് വൈറ്റമിൻ K27. പിന്നെ ജോയിന്റ് ഫ്ലൂയിഡ്, അത് സൈനോവിൽ ഫ്ലൂയിഡിനെ സംരക്ഷിച്ച് വെക്കാനുള്ളതാണ് ഗ്ലൂക്കോസോമൈൻ ഹൈഡ്രോക്ലോറൈഡ് ആൻഡ് MSM. ഓക്കെ, അങ്ങനെ ഇത് മൊത്തം ഒരുമിച്ച് കഴിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് സമഗ്രമായി നിങ്ങൾക്ക് കിടക്കുന്നു എന്ന് മാത്രം. ആൻഡ് ഇറ്റ് ബോത്ത് ഷുഡ് ബി ടേക്കൻ ടുഗദർ. ന്യൂട്രിചാർജ് BJ sachet and NutriCharge BJ tablet is need to be taken together, okay, so that your bone and joints becomes healthy. Now, പല
അത്യാവശ്യമായിട്ടുള്ള പോഷകങ്ങളാണ് ഈ സെഷയിലുള്ള പൊടിയിലും ഈ ടാബ്ലറ്റിലൊക്കെ ചേർത്ത് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നത്. ഇത് എല്ലിന്റെ ആരോഗ്യം, സന്ധികളുടെ ആരോഗ്യം, സാന്ദ്രത എല്ലാം കൂട്ടാനും, കാർട്ടിലേജിന്റെ തരണാസിയുടെ ആരോഗ്യവും ബലവും കൂട്ടാനും, അതുപോലെ സൈനോൾ ഫ്ലൂയിഡ് ഡ്രൈ ആയി പോകാതെ സംരക്ഷിക്കാനും കൂടി ഇത് നൽകിയിരിക്കുന്നത്. ഓക്കെ, റൈറ്റ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നൗ ഹു ഷുഡ് ടേക്ക് ഇറ്റ്? വെരി വെരി സിമ്പിൾ. ഈ 21-22 വയസ്സ് വരെയാണ് നമ്മുടെ ശരീരത്തില് ബേസിക്കലി എന്താണ് പറയാ എല്ലിന്റെ ഉൽപാദനം നടക്കുക. അതിനുശേഷം ഉൽപാദനം നടക്കില്ല. അപ്പോ ഒരു 25 വയസ്സ് കഴിഞ്ഞാല് നിങ്ങള് നമ്മളെ സ്കാനറിന്റെ മുകളിൽ കയറി നിന്നിട്ട് നിങ്ങളുടെ എല്ലിന്റെ സാന്ദ്രത, ബോൺ ഡെൻസിറ്റി കളക്കണം. അത് 3 കിലോയുടെ താഴെയാണ് കാണിക്കുന്നെങ്കിൽ ആളോട് ഒന്നും ചോദിക്കാൻ പോകണ്ട, നേരെ PUCയിൽ പോവുക, ഒരു ന്യൂട്രിചാർജ് BJ മേടിക്കുക, അന്ന് മുതൽ കഴിക്കാൻ തുടങ്ങുക. റൈറ്റ്. അപ്പോ നിരന്തരമായിട്ട് നിങ്ങൾക്ക് മുട്ടുവേദന ലഭിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് മുട്ട് വിചാരിച്ച പോലെ മടക്കാൻ നിവർത്താനും പറ്റുന്നില്ല, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ടപ്പെട്ട എന്ന് സൗണ്ട് വരുന്നുണ്ട്, 2 കൈപ്പത്തി മുട്ടിന്റെ മുകളിൽ വെച്ചിട്ട് കാല് മടക്കുകയും നിവർക്കുകയും ചെയ്യുമ്പോൾ അവിടെയും കട്ടപ്പെട്ട എന്ന് സൗണ്ട് തോൽക്കുന്നുണ്ട്, എന്നാൽ യു ആർ ദ കറക്റ്റ് കാൻഡിഡേറ്റ് ഫോർ ന്യൂട്രിചാർജ് BJ. അതിന് യാതൊരു ലാഘവവും കാണിക്കണ്ട, ഇന്ന് മുതൽ കഴിക്കണം. ഓക്കെ, ഹൗ ടു ടേക്ക്? വെരി വെരി സിമ്പിൾ. ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആ പാക്കറ്റ് കട്ട് ചെയ്യുക, ഒരു ഗ്ലാസ്സിൽ ഇടുക, 1 ഗ്ലാസ് വെള്ളം അതിലൊഴിച്ച് നല്ലോണം കലക്കി ഹോമോജീനിയസ് മിക്സ്ചറാക്കി മാറ്റുക. എന്നിട്ട് ആ ടാബ്ലറ്റ് ഒന്ന് എടുക്കുക, അത് ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ വായിൽ വെക്കുക. എന്നിട്ട് ഈ കലക്കി വെച്ച വെള്ളം കുടിക്കുക. അങ്ങനെ ഇത് രണ്ടും ഒരുമിച്ച് തന്നെ കഴിക്കണം 5 മണി മുതൽ 7 മണി വരെ സമയത്ത്. കാരണം ഇത് കഴിച്ചാൽ ശേഷം വയറിളകാൻ സാധ്യതയുണ്ട്. അപ്പോൾ രാവിലെ കഴിക്കാൻ ശ്രമിക്കണ്ട. റൈറ്റ്. ഓക്കെ, ഹൗ ലോങ് ഷുഡ് ബി ടേക്കൺ? എത്ര കാലം കഴിക്കണം? ഇത് നിങ്ങളുടെ എല്ലിന്റെ സാന്ദ്രത ഉദ്ദേശിച്ച എത്തുന്നിക്കുന്നത് വരെയും, ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ ജോയിന്റുകളിൽ നിന്നുള്ള വേദനകൾ പൂർണ്ണമായി മാറ്റുകയും, അതുപോലെ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കാല് മടക്കാനും നിവർക്കാനും ഓടാനും ചാടാനൊക്കെ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്, അവിടുന്ന് ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന, ഒരു കറണ്ട് അടിക്കുന്ന പോലത്തെ ഫീൽ ഒന്നും വരുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർത്താം. പക്ഷെ നിർത്തുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിക്കളയരുത്. മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് 6 മാസം കൂടുമ്പോൾ 1 മാസം ന്യൂട്രിചാർജ് BJ മുടങ്ങാതെ കഴിക്കണം. സോ എവറി 6 months യു ക്യാൻ റിപ്പീറ്റ്. ഓക്കെ, അങ്ങനെ ഇത് കഴിക്കുമ്പോൾ ഇതിന്റെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പഞ്ചസാര സ്റ്റോപ്പ് ചെയ്യണം. സമീകൃത ആഹാരം കഴിക്കണം. സമീകൃത ആഹാരം എന്ന് പറഞ്ഞാൽ എന്തുവാ? PVMFO. അതെ, ബാലൻസ് ഡയറ്റ്. അപ്പൊ ആ ബാലൻസ് ഡയറ്റിലാണ് എല്ലാ പോഷകങ്ങളും ശരിയായിട്ട് അടങ്ങി കിടക്കുന്നത്. അപ്പൊ ആ PVMFO കഴിക്കുക. എക്സസൈസ് റെഗുലർ ആയിട്ട് ചെയ്യണം. ഭീകരമായിട്ടുള്ള എക്സസൈസ് അല്ല, ആ കാലിന്റെ ആ ഫ്ലെക്സിബിലിറ്റി എല്ലാം കൂട്ടാനും എല്ലിന് ബലം കൂട്ടാനും. അപ്പൊ ഇത് ബലം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലേശം കൂടി ഭീകരമായിട്ടുള്ള ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യണം. ചുമ്മാതെ സെഡൻറ്ററി ആകാൻ പാടില്ല. നമ്മൾ ശരീരത്തിന് വ്യായാമം കൊടുക്കണം. ശരീരത്തിന് പലതരത്തിലുള്ള കാര്യങ്ങൾ ശരീരം കൊണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാൽ മാത്രമേ ന്യൂട്രിചാർജ് BJയും കൂടി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് സമഗ്രമായിട്ടുള്ള ഒരു ആരോഗ്യം കിട്ടാനുള്ള സാധ്യതയുള്ളൂ, ഒരു റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് ന്യൂട്രിചാർജ് BJ കഴിക്കുന്നുണ്ടെന്ന് പറയും, എന്നാൽ മറുവശത്ത് നിങ്ങളെ ജീവിത ശൈലിക്ക് യാതൊരു മാറ്റവും നിങ്ങൾ കൊടുത്തിട്ടില്ല. നിങ്ങൾ പഞ്ചസാര കുറച്ചിട്ടില്ല, നിങ്ങൾ വ്യായാമം ചെയ്യാറില്ല, നിങ്ങൾ സമയത്ത് ഉറങ്ങാറില്ല, നിങ്ങൾ വേണ്ട ഭക്ഷണം കഴിക്കാറില്ല, നിങ്ങൾ മദ്യം കഴിക്കുന്നു, നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നു. ഇതെല്ലാം കൂടി വരുമ്പോൾ നിങ്ങൾ എന്ത് കഴിച്ചിട്ടും യാതൊരു കാര്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് ന്യൂട്രിചാർജ് BJ കഴിക്കുമ്പോൾ പൊടിയും ടാബ്ലറ്റും ഒരുമിച്ച് തന്നെ വൈകിട്ട് കഴിക്കണം. അത് രാവിലെ ടാബ്ലറ്റ്, രാത്രി പൊടി അങ്ങനെ തോന്നിയതുപോലെ കഴിക്കരുത്. ഇപ്പം ഞാൻ ഇന്ന് എന്തൊക്കെ പറഞ്ഞു, എങ്ങനെയാണ് കഴിക്കാൻ പറഞ്ഞു, എപ്പം കഴിക്കാൻ പറഞ്ഞു, അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് കഴിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും സുഹൃത്തുക്കളെ. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിനൊരു കോമ്പിനേഷൻ ഒന്നുമില്ല. ദിസ് ഇസ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ടു ഹാവ്. സോ ഐ റിക്വസ്റ്റ് യു ഓൾ, ഇന്ന് തന്നെ സ്കാനിങ് മെഷീന്റെ മുകളിൽ കയറി നിൽക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സ്കാൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ സ്കാൻ ചെയ്യുക. സ്കാനിങ് മെഷീനും എടുത്ത് മാർക്കറ്റിലേക്ക് പോവുക. ഫീൽഡിൽ പോകുന്ന സമയത്ത് അതുമായിട്ട് പോകുക. നിങ്ങൾ സ്കാൻ ചെയ്യുക. എവിടെയാണോ 3 കിലോഗ്രാമിന്റെ താഴെ എല്ലിന്റെ സാന്ദ്രത നിങ്ങൾ കാണുന്നത്, അവിടെയുള്ള ആൾക്കാരെ മുഴുവനും ന്യൂട്രിചാർജ് BJ കൊടുക്കാനും, അത് കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ PVMFO കൊടുക്കാനും മറക്കരുത്. പിന്നെ PVMFO കൊടുക്കുമ്പോൾ അതിലുള്ള നമ്മളുടെ ന്യൂട്രിചാർജ് വെജോമേഗ ഒരു നേരം കൊടുത്ത് സലാം എന്ന് പറയാൻ പാടില്ല. അത് മിനിമം 3 നേരം എങ്കിലും കഴിക്കണം. അപ്പൊ 3 നേരം ന്യൂട്രിചാർജ് വെജോമേഗ, 1 നേരം ന്യൂട്രിചാർജ് മെൻ അല്ലെങ്കിൽ ന്യൂട്രിചാർജ് വുമൺ, 2 നേരം ന്യൂട്രിചാർജ് പ്രോഡൈറ്റ് ആൻഡ് 1 നേരം ന്യൂട്രിചാർജ് BJ കഴിച്ചാൽ ഈ എല്ല് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അതിഗംഭീരമായിട്ടുള്ള റിസൾട്ട് കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല സുഹൃത്തുക്കൾ. മനസ്സിലാക്കുക. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂട്രിചാർജ് BJ വീണ്ടും ഞാൻ അടിമുടി
കീറി മുറിച്ചൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കും. നിങ്ങൾ പഠിക്കുക, 1-2 പ്രാവശ്യം വായിക്കുക, എന്നിട്ട് ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ്. പക്ഷെ പറഞ്ഞു കൊടുക്കണേ പൂർണ്ണതയോടെ പഠിക്കണം. അത് മാത്രമല്ല, ഞാനിപ്പോൾ എന്തൊക്കെ പറഞ്ഞോ അത് അങ്ങനെ തന്നെ കഴിക്കുകയും വേണം. ക്ലിയർ? ശരി, താങ്ക് യു വെരി മച്ച്. ആൻഡ്